ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരും കാരണവന്മാരും സ്നേഹിതകളായ സഹോദരങ്ങളെ സുഹൃത്തുക്കൾ, ഹജ്ജ് മാസങ്ങളിലാണ് നാം. വിശുദ്ധ റമദാൻ കഴിഞ്ഞ് ശവ്വാലും ദുൽഖഅദും ഇനി വരുന്നത് ഹജ്ജ് മാസങ്ങളാണ്. അള്ളാഹുവിൻ്റെ അതിഥികളായി ഈ വർഷം അവൻ പരിഗണിച്ച ലക്ഷോപലക്ഷം ഹാജിമാർ വിശ്വാസികൾ വിശുദ്ധ ഹറമുകളിൽ സംഗമിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സമയം. അല്ലാഹു തആല ഈ വർഷത്തെ മുഴുവൻ അതിഥികൾക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിച്ചു മടങ്ങാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ പ്രാർത്ഥനാ ഫയലുകളിൽ പാവപ്പെട്ട നമുക്കും അല്ലാഹു ഇടം നൽകുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ തലമുറകൾക്കും ജീവിതത്തിൽ ഒരുപാട് തവണ വിശുദ്ധ ഹറമുകളിലെത്തി ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിച്ച് സായുജ്യമടയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഹജ്ജ് മാസം, ഹജ്ജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ത്യാഗോജ്വലമായ ഒട്ടേറെ ജീവിതങ്ങളുടെ അനുസ്മരണങ്ങളാണ്. മില്ലത്തിന്റെ നേതാവായ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, അവിടുത്തെ കുടുംബം, ഒട്ടേറെ പ്രവാചകന്മാർ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ ജീവിതത്തെ അനുധാവനം ചെയ്യാൻ പ്രചോദിപ്പിക്കുന്ന അമലുകളാണ് ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും. അതേ സമയത്ത് തന്നെയാണ് മഹാനായ വെള്ളി ഉസ്താദ് നബറല്ലാഹു മർഖദ അവരുടെ അനുസ്മരണവും നടക്കുന്നത്. ഇസ്ലാമിൽ ആണ്ടിനും അനുസ്മരണങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഹജ്ജ് കർമ്മങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. മഹാന്മാരുടെ പാദപതനങ്ങൾ പതിഞ്ഞ മണ്ണിൽ ചെന്ന് അവരുടെ ബറക്കത്തെടുക്കലാണല്ലോ ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പൊ മഹാന്മാരെ അനുസ്മരിക്കുക, അവരെ അനുധാവനം ചെയ്യുക, ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പുണ്യമുള്ള അമലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തീരുമാനമാണ് ദുൽഖഅദ് മാസം. എല്ലാ മാസങ്ങളിലും ഒട്ടേറെ മഹാന്മാരുടെ അനുസ്മരണങ്ങളുണ്ട്. ദുൽഖഅദിലെ സവിശേഷ വ്യക്തിത്വങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് മഹാനായ മർഹൂം വെള്ളില മുഹമ്മദ് ഫൈദി അവർ. ഇതേ മാസം തന്നെയാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ റോൾ മോഡലായി 31 വർഷം മുമ്പ് ഇവിടെ പറഞ്ഞ മഹാനായ മർഹൂം ഓ ഖാലിദ് സാഹിബ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ ആണ്ട് അനുസ്മരണ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ മഹാന്മാർ. ഞാൻ ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാരോട് ചോദിക്കുന്നത്, വെള്ളി ഉസ്താദിനെ കാണാത്തവരായിരിക്കും, അല്ലെങ്കിൽ നേർക്ക് നേരെ ബന്ധപ്പെടാത്ത ആളുകളായിരിക്കും, ചെറിയ പ്രായമുള്ള കുറെ ആളുകൾ. നമ്മൾ ആലോചിക്കേണ്ടത് 31 വർഷം മുമ്പ് തലശ്ശേരിക്കടുത്ത ചൊക്ലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചു മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ബിരുദധാരിയായ പണ്ഡിതനായിരുന്നില്ല. പക്ഷെ എന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ, അനേകായിരം ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ മരിച്ചുപോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 31 വർഷത്തിന് ശേഷവും ആ ചെറുപ്പക്കാരൻ അനുസ്മരിക്കപ്പെടുന്നത്? 22 വർഷമായി ഇവിടെ പറഞ്ഞ മർഹൂം വെള്ളി ഉസ്താദ് ഈ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷവും എന്തുകൊണ്ട് അനുസ്മരിക്കപ്പെടുന്നു? നമ്മെ അലട്ടേണ്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ എന്റെ പൊന്നുമക്കൾ തയ്യാറാണ്. ഈ കാലയളവിലൊക്കെ മരിച്ചുപോയ എത്രയോ പണ്ഡിതന്മാരുണ്ട്, ബിരുദധാരികളുണ്ട്, എത്രയോ മഹാന്മാര്, മഹത്വമുള്ള ആളുകളൊക്കെ കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവരെ പോലുള്ള മഹാന്മാർ, ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞതാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജില്ലയിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയ മർഹൂം കുഞ്ഞുമ ഫൈദി നബറല്ലാഹു മർഖദ, അല്ലാഹുവിന്റെ ദർജ ഉയർത്തുമാറാകട്ടെ. ഈ പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ ഇടപെടൽ ജീവിച്ച ഏറ്റവും വലിയ ത്യാഗിയായ സേവകരായിരുന്നു. ഇങ്ങനെയുള്ള എണ്ണപ്പെട്ട വ്യക്തിത്വങ്ങൾ എന്തുകൊണ്ടാണ് അനുസ്മരിക്കപ്പെടുന്നത്?
മഹാനായ കുഞ്ഞുമോ ഫൈസി തൊട്ടടുത്ത വെന്നീറായിരുന്നു. അവർ വലിയ പണ്ഡിതനായിരുന്നു, മുദരിസായിരുന്നു, പ്രഭാഷകനായിരുന്നു. അതിലേറെ പാവകരം കണ്ണീരൊപ്പാൻ വേണ്ടി രാത്രി ഉറക്കമൊഴിഞ്ഞ് കഠിനാധ്വാനം ചെയ്ത ആളായിരുന്നു. SSFന്റെ ജില്ലാ സെക്രട്ടറിയായി വിനീതൻ സേവനം ചെയ്യുമ്പോൾ അന്ന് SSFന്റെ സാഹിത്യോത്സവം നടന്നു താഴ്നാളിൽ വെച്ച്. താഴ്നാളിൽ 2 ദിവസത്തെ സാഹിത്യോത്സവം നടന്ന് വൈകുന്നേരമാകുമ്പോഴാണ് വിവരം അറിയുന്നത് ആശുപത്രിയിലുള്ള അല്ലെങ്കിൽ ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞുമോ ഫൈസി വഫാത്തായിട്ടുണ്ട്. ഉടനെ ഇടവും വലം നോക്കാനില്ല, ഞങ്ങൾ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചു ആ സാഹിത്യോത്സവം വലിയ ആഘോഷമാണല്ലോ, അവിടെ നിർത്തിവെച്ചു. ഇനി എന്ന് തുടരുമെന്ന് തീരുമാനിക്കാൻ ഡേറ്റ് കാണാതെ പിരിഞ്ഞു. അങ്ങനെ അവിടെ ഡൽഹിയിലെത്തി. പിറ്റേ ദിവസം രാവിലെ 9 മണിക്കാണ് ജനാസ നിസ്കാരം നടക്കുന്നത്. ഇന്നത്തെ പോലെ വിവരങ്ങൾ അറിയാനുള്ള സാങ്കേതിക സൗകര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോ നമ്മുടെ കയ്യിലൊക്കെ തന്നെ നെക്കിയും തോണ്ടിയും മാന്തിയും വിവരങ്ങൾ അറിയാനും ഷെയർ ചെയ്യാനും പറ്റുന്ന ഉപകരണങ്ങളും ഉപാധികളുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള വിശേഷങ്ങൾ അറിയാനുള്ള സൗകര്യമുണ്ട്. അന്ന് അതില്ല. ടെലിഫോൺ പോലെ വന്ന് ഇത്ര വ്യാപകമായിട്ടില്ല. അങ്ങനെ രാവിലെ 9 മണിക്ക് ആ ഹൈവേയുടെ ഓരത്ത് വെച്ച് വലിയ വിശാലമായ പാറപ്പുറത്ത് പറമ്പിൽ വെച്ച് ജനാസംസ്കാരം നടക്കുകയാണ്. കേട്ടറിഞ്ഞുകൊണ്ട് അനേകായിരങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഒക്കെ കേട്ടറിഞ്ഞതാണ്. ഇന്നത്തെ മൊബൈലോ വാട്സപ്പോ സംവിധാനമൊന്നുമില്ല. ആ ജനാസ നിസ്കാരത്തിൽ കൂടിയെടുത്ത് ഒരുപാട് സാധാത്തുക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, നേതാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്. ആ സദസ്സിൽ കൂടി ഒത്തുകൂടിയ ഒരു മഹാമനുഷ്യൻ, ഒരു വ്യക്തിത്വം നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. വഫാത്തായി പോയി. അല്ലാഹുവിന്റെ ദർജ ഉയർത്തുമാറാകട്ടെ. അവര് സയ്യിദാണ്, പണ്ഡിതനാണ്, മുദരിസാണ്, ചികിത്സകനാണ്, എല്ലാമാണ്. ആ ആയിരങ്ങൾ തടിച്ചുകൂടിയ ആ സമയത്ത് അവർ ചിന്തിക്കുന്നത്, അവരെ അലട്ടുന്ന ചോദ്യം, ഞാനൊരു സയ്യിദാണ്, പണ്ഡിതനാണ്, അതോടൊപ്പം മുദരിസാണ്, ചികിത്സകനാണ്, അറിയപ്പെട്ട സയ്യിദ് കുടുംബത്തിലെ അംഗമാണ്. പക്ഷെ ഈ നിമിഷം ഞാൻ മരിച്ചാൽ വിട പറഞ്ഞാൽ, കുഞ്ഞുമോ ഫൈസി എന്ന് പറഞ്ഞ വിട പറഞ്ഞ മരിച്ച വ്യക്തിത്വം എങ്ങനെയാണ്? കേവലം ഒരു പണ്ഡിതനും ഒരു മുദരിസ് മാത്രമാണ്. എന്നെ പോലെ സയ്യിദല്ല, ചികിത്സകളൊന്നുമല്ല. കുഞ്ഞുമോ ഫൈസിക്ക് മയ്യത്ത് സ്കരിക്കാനും ശുപാർശ ചെയ്യാനും 10,000 ഒരുമിച്ച് കൂടിയപ്പോൾ ഈ സാമി ഇപ്പൊ മരിച്ചാൽ മയ്യത്ത് സ്കരിക്കാൻ എത്ര ആളുകൾ ഉണ്ടാവും എന്ന ചോദ്യം അലട്ടിയ മഹാവ്യക്തിത്വത്തെ. എന്തുകൊണ്ട് ഞാൻ മരിച്ചാൽ ഒരു പക്ഷെ പരിമിതരായ ആളുകൾ ഉണ്ടാവും നിസ്കരിക്കാൻ, പക്ഷേ ഈ സാധുവായ കുഞ്ഞുമോ ഫൈസിക്ക് മയ്യത്ത് സ്കരിക്കാൻ എന്തുകൊണ്ടാണ് ഇവിടെ ആയിരങ്ങൾ തടിച്ചു കൂടിയത് എന്ന ഉത്തരം, എന്ന ചോദ്യത്തിന് ഉത്തരം അവരെത്തിപ്പെട്ടത് പണ്ഡിതനും മുദരിസുമായതോടൊപ്പം കുഞ്ഞുമോ ഫൈസി ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സേവനം ചെയ്യുന്ന ഒരു പ്രവർത്തകനാണ്, ഒരു ദാഴിയാണ്, ഒരു സംഘാടകനാണ്. അവർ അന്ന് തീരുമാനിച്ചു. അതുവരെ പാസ്ഥാനിക രംഗത്ത് അത്രമാത്രം സജീവമല്ലാത്ത ആ സയ്യിദോ അവർ തീരുമാനിക്കുന്നു, ഇന്ന് മുതൽ ഞാനും പാസ്ഥാനിക രംഗത്ത് സജീവമായി ഇടപെടും, പ്രവർത്തിക്കും, ഒരു പ്രവർത്തകനായി മാറും. അതുവരെ അത്ര സജീവമല്ലാതിരുന്ന തങ്ങളും പാപ്പ മെയിൻ സ്ട്രീമിൽ വന്ന് പിന്നെ വഫാത്ത് വരെ ഈ പ്രസ്ഥാനത്തിന് നായകത്വം വഹിച്ചു. ഒരു പ്രവർത്തകനായി മരിക്കണമെന്ന ലക്ഷ്യം നിറവേറിയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ആ മഹാനവറുകളുടെ പേരാണ് സയ്യിദ് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ പാണക്കാട്. അല്ലാഹു അവരുടെ ദർജ ഉയർത്തുമാറാകട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എന്തുകൊണ്ട് 31 വർഷത്തിന് ശേഷം എന്തുകൊണ്ട് 21 വർഷത്തിന് ശേഷം വെള്ളില ഉസ്താദ് എന്ന ചോദ്യത്തിന് ഉത്തരം ഇത് മാത്രമാണ് മക്കളെ. ഒരു പ്രവർത്തകനാകാൻ സാധിക്കുക. 90-100 വയസ്സ് അള്ളാഹു ആയുസ് തന്നാൽ ജീവിക്കാം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. പക്ഷേ ജീവിച്ചതുകൊണ്ടായില്ല. ജീവിതം അടയാളപ്പെടുത്തണം. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടായില്ല, എന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചതുകൊണ്ടായില്ല.
നാടിനു വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയും പാവങ്ങൾക്ക് വേണ്ടിയും ജീവിക്കാൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെയും അവസരങ്ങളെയും വിനിയോഗിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോഴേ ജനങ്ങളുടെ അകങ്ങളിൽ നമുക്ക് വിലാസമുണ്ടാവുകയും സ്ഥാനമുണ്ടാവുകയുള്ളൂ. ഈ ഒറ്റ കാരണമാണ്. ആരായിരുന്നു വെളിയിൽ ഉസ്താദ്? ഒരു പക്ഷേ എന്നേക്കാൾ അനുഭവസ്ഥരാണ് ഇവിടെയുള്ള ആളുകൾ. ഈ ഇരിങ്ങലൂരിലെ ഓരോ മണൽത്തരിയും അവരെ അനുസ്മരിച്ചുകൊണ്ടിരിക്കും. അത്രമാത്രം ഈ മണ്ണിനോട് ചേർന്ന ഈ മഹത്തായ സ്ഥാപനം കെട്ടിപ്പടുക്കാൻ, ഇവിടെ വെച്ച് അനേകം ആളുകൾക്ക് ഇൽമ് പകർന്നു കൊടുക്കാൻ, അവസാന കാലം വരെ നിലനിൽക്കുന്ന ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലൈറ്റ് ഹൗസായ പവർ ഹൗസായി മജ്മഅ് സ്ഥാപിക്കാനും അതിനെ വളർത്താനും നേതൃത്വം നൽകിയ ഒരു മഹാവ്യക്തിത്വം. അവരെ കുറിച്ച് വാചാലമായി ഞാൻ സംസാരിക്കേണ്ടതില്ല. എന്തിനാണ് ആണ്ടും അനുസ്മരണവും നടത്തുന്നത്? ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുന്നവർ, അംഗീകരിക്കുന്നവർ, യഥാർത്ഥ വിശ്വാസികൾ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കുന്നവർ, അനുസരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ, അവർ അല്ലാഹു അനുഗ്രഹിച്ച, അല്ലാഹു പ്രത്യേക പദവികൾ നൽകി അലങ്കരിച്ച നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമായ ആളുകളുമായി ബന്ധം സ്ഥാപിക്കണം, അവരുമായുള്ള കണക്ഷൻ ഉണ്ടാകണം. വഹസന ഉലൈക റഫീഖ, അവർ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. നമുക്ക് ജീവിതത്തിൽ ശാശ്വതമായ ലോകത്തേക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി കരുതാവുന്ന ഒന്നാണ് സ്വാലിഹീങ്ങളുമായി, ശുഹദാക്കളുമായി, സിദ്ദീഖീങ്ങളുമായി, അമ്പിയാക്കളുമായി ലോകത്ത് ജീവിച്ച് മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ മഹാന്മാരുമായുള്ള കണക്ഷൻ എന്ന് പറയുന്നു. അപ്പൊ അള്ളാഹുവിലും റസൂലും വിശ്വസിക്കുന്ന ആളുകൾ കൂട്ടുകാരായി സ്വീകരിക്കേണ്ടത് മഹാന്മാരെയാണ്. ഈ പരമ്പരയിൽ അവസാനമായി എണ്ണിയ സ്വാലിഹീങ്ങൾ എന്ന് പറയുന്ന ആ വലിയ ശൃംഖലയിൽ വെള്ളി ഉസ്താദിന് ഇടമുള്ളത് കൊണ്ടാണ് അവർ അനുസ്മരിക്കപ്പെടുന്നതും അവരുടെ അവദാനങ്ങൾ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതും അവരുടെ ചരിത്രങ്ങളും സേവനങ്ങളും നമുക്ക് പകർത്താൻ വേണ്ടി പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. നോക്കൂ നിങ്ങളെ, മഹാനായ വെള്ളി ഉസ്താദ്, ഞാനൊക്കെ അവരുടെ എത്രയോ ജൂനിയറാണ്. ഈ മജ്മഅുമായിട്ട് എനിക്കുള്ള, ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കുള്ള ബന്ധം ഒരു കാലത്തെ SSFന്റെ ഇസ്ലാമിക ദഅവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഹബ്ബായിരുന്നു ഈ സ്ഥാപനം. എത്ര ക്യാമ്പുകളാണ് ഇവിടെ നടന്നതെന്നറിയില്ല. ഞങ്ങളെപ്പോലുള്ള ആളുകൾ, ജില്ലയുടെ താലൂക്കിന്റെ ഒക്കെ ഭാരവാഹികളായ ആളുകൾ വന്നിരുന്ന ദിവസങ്ങളോളം ഞങ്ങളൊക്കെ ശ്രോതാക്കളായും ഞങ്ങളൊക്കെ സംഘാടകരായും എത്രയോ ക്യാമ്പുകൾ. ആ ക്യാമ്പിലൂടെ ആയിരക്കണക്കിന് ആളുകളെ വെള്ളി ഉസ്താദ് തന്റെ വഴിയിൽ പ്രവർത്തകരാക്കി മാറ്റിയിട്ടുണ്ട്. എന്നെ പോലുള്ള ആയിരക്കണക്കിന് SSFകാരെ, പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിത്വങ്ങളാണ് വെള്ളി ഉസ്താദും ഓഹാലി സാഹിബും ഒക്കെ. എന്തേ കാരണം? ശരിയായ തർബിയത്താണ്. സാധാരണക്കാരായ ഞങ്ങൾക്കൊക്കെ ദീനിന്റെ ധാരാളം അറിവുകൾ പകർന്നതിന് മാത്രം, തിയറി മാത്രമല്ല, പ്രാക്ടിക്കൽ എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അനുഭവങ്ങളല്ല പറയുന്നത്. അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്കെന്ത് പഠിക്കാനുണ്ട് എന്നതാണ്. ഒരിക്കൽ ഓർമ്മയുണ്ട്, വെള്ളി ഉസ്താദിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വന്ന് കയറിയ സമയം, ഞങ്ങൾ വന്ന് കയറിയ സമയത്ത് ഈ ഷവർ കൊടുത്തു. ഇവിടെ ജില്ലാ ക്യാമ്പ് നടക്കുകയാണ്. ആ ക്യാമ്പ് നടക്കുന്ന സമയത്ത് വാങ്ങു വിളിച്ചു. സ്വാഭാവികമായി വാങ്ങു വിളിച്ച സംഘാടകർ പറയും, ഉസ്താദോട് ഇരിക്കാൻ പറയും, വെള്ളം കൊടുക്കും. വെള്ളം കാട്ടുന്ന സമയമാണ്. പക്ഷേ വെള്ളി ഉസ്താദ് അതേ നൃത്തം നിന്നിട്ട് ആ വാങ്ങൽ ഉച്ചത്തിൽ ജവാബ് ചൊല്ലി. ഉച്ചത്തിൽ എന്നാൽ സദസ്സ് കേൾക്കുന്ന രീതിയിൽ ജവാബ് ചൊല്ലി. എന്നിട്ട് അതിന് ശേഷം ഒരു
കാര്യം പഠിപ്പിച്ചു. സദസ്യരോട് പറഞ്ഞു, പ്രഭാഷകർ, പ്രസംഗകർ വാങ്ങു വിളിക്കുമ്പോൾ പ്രസംഗം നിർത്താൻ പാടില്ല, അല്ല ഇരിക്കാൻ പാടില്ല. വാങ്ങിന് ജവാബ് ചെയ്യണം. അപ്പൊ സദസ്സിന്റെ നിയന്ത്രണം കൊടുക്കില്ല. വാങ്ങ് കൊടുക്കണേ വരെ നമ്മളെല്ലാവരും സാപൂർവ്വം ശ്രദ്ധിച്ചിരിക്കും. വാങ്ങ് കൊടുക്കുമ്പോ ഇരിക്കും, വെള്ളം കുടിക്കും, സദസ്സൊക്കെ അലങ്കോലമായി സംസാരിക്കും, അല്ലെങ്കിൽ മൊബൈൽ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്താ സദസ്സിന്റെ അച്ചടക്കം വർക്കത്തിരുമാറാണ്, എല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം അല്ലേ. വാങ്ങ് കൊടുക്കുമ്പോ എന്താ സംഭവിക്കുക? അലസം സംഭവിക്കും. പറഞ്ഞു പാടില്ല. വാങ്ങ് വിളിക്കുമ്പോ അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശിഹാറാണ്. ഉച്ചത്തിൽ വിളിച്ചു പറയാണ്. അന്നേരം നമ്മൾ നിശ്ചലരാകണം. എന്നിട്ട് ആ വാങ്ങിന് ജവാബ് ചെയ്യണം. പ്രഭാഷകരായ ആളുകൾ ഇരിക്കാൻ പാടില്ല, ഉച്ചത്തിൽ ജവാബ് ചെയ്യണം. വാങ്ങിന് ശേഷം ദുആ ചെയ്തിട്ടേ ബാക്കി തുടരാൻ പാടുള്ളൂ. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. എനിക്ക് പിന്നെ നൂറുകണക്കിന് അനുഭവമുണ്ടായി. മിക്കവാറും നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന മാറിന് ശേഷം പ്രസംഗത്തിനിടയിൽ വാങ്ങ് വിളിക്കും. പ്രസംഗത്തിനിടയിൽ വാങ്ങ് വിളിച്ചാലും അല്ലെങ്കിൽ വാങ്ങ് വിളിക്കുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും എന്റെ വെള്ളിലെ ഉസ്താദ് ഒന്ന് കണ്ടു. എനിക്ക് ഓർമ്മ വരും, എന്നെ പഠിപ്പിച്ച വലിയൊരു ആശയം. വാങ്ങ് വിളിക്കുമ്പോ സംസാരിക്കാൻ പാടില്ല, വാങ്ങ് വിളിക്കുമ്പോ പ്രസംഗത്തിൽ ഇരിക്കാൻ പാടില്ല. എത്രയോ പേര് ഞാൻ അനുഭവിച്ചു. പ്രസംഗം നിർത്തുമ്പോ സംഘാടകർ വെള്ളം തരും, ഇരിക്കാൻ പറയും, ചേർ തരും. അപ്പോ എനിക്ക് ഉടനെ ഓർമ്മ വരും, വെള്ളിലെ ഉസ്താദിന്റെ ആ മുഖം ഓർമ്മ വരും. എന്നിട്ട് പ്രസംഗശേഷം ഞാൻ ഇത് ആവർത്തിച്ച് പറയും. എത്രയോ സദസ്സുകളിൽ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചെറിയ ഉദാഹരണം പറഞ്ഞത്, വാങ്ങി വിളിക്കുമ്പോ സംസാരിക്കാൻ പാടില്ലെന്നും സംസാരിക്കാൻ വേണ്ടി എന്റെ നാവ് പുറത്തേക്ക് വന്നാൽ എന്നെ നിയന്ത്രിക്കുന്ന തർബിയത്തിന്റെ ശൈഖാണ്. എന്നെ പോലുള്ള 10,000-കണക്കിന് ആളുകൾക്ക് ഇത്തരം എത്രയോ നല്ല കാര്യങ്ങൾ പകർന്ന് പരിശീലിപ്പിച്ച വ്യക്തിത്വമാണ് അവർ. ഇതുപോലുള്ളൊരു മഴക്കാലം ക്യാമ്പ് നടക്കണം. ഇവിടെ 2-3 ദിവസത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വന്നതാ. ക്യാമ്പ് നടക്കുന്നതിനിടയിലാണ് വഫാത്തിനോട് ഏറെക്കുറെ അടുത്ത കാലത്താണ്. അന്ന് മഴ പെയ്തു, കടലിന്റെ ഇപ്പോഴൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ആകെ പ്രളയമായി. ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലല്ലേ. ആ ക്യാമ്പ് നിർത്തിവെച്ച് പാവപ്പെട്ട ആളുകൾക്ക് കണ്ണീരൊപ്പാൻ വേണ്ടി ബക്കറ്റ് എടുത്ത് കുത്തുവാളയെടുത്ത് ഇറങ്ങി ഞങ്ങളെല്ലാവരും. ഒരുപാട് ഇതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഒരു വൈജ്ഞാനിക ഹബ്ബായി പോത്തിച്ചു ഇവിടെ. അപ്പൊ ഞങ്ങളൊക്കെ നിരന്തരം ഇവിടെ വന്നു. എത്രയോ ക്യാമ്പുകളിൽ ഇരുന്നു, എത്രയോ ഇവിടെ രാപ്പാർന്നു. ഞാൻ തീർത്തു പറയുന്നു, എന്റെ ഈ പേഴ്സണാലിറ്റി, എനിക്ക് വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് ആത്മീയമായ വ്യക്തിത്വമാണെങ്കിലും ഭൗതികമായ വ്യക്തിത്വമാണെങ്കിലും അത് മുഴുവനും ഈ പ്രസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ്. അത് മുഴുവനും വെള്ളിലെ ഉസ്താദിനെ പോലുള്ള ഞങ്ങളുടെ തർബിയത്ത് നടത്തിയ മഹാന്മാരായ ആളുകൾക്ക്, നേതാക്കൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് വെള്ളിലെ ഉസ്താദ് ഓർക്കപ്പെടുന്നത്. ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ക്യാമ്പുകളിൽ നല്ല ക്ലാസുകൾ കൊടുക്കും. ഇപ്പോഴും ഞങ്ങളൊക്കെ പഴയ ഫയലുകൾ കുറെ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ 90കളിലെ ഫയലുകൾ SSF-കാരായി പ്രവർത്തിച്ച കാലത്ത് പണ്ടുള്ള ഫയലുകളൊക്കെ മറിച്ചു നോക്കിയാൽ, ഇപ്പോഴും മറിച്ചു നോക്കാറുണ്ട്, കാണുന്നത് പല നോട്ടിന്റെ മുകളിലും വെള്ളിലെ ഉസ്താദിന്റെ ക്ലാസ് എഴുതി വെച്ചിട്ടുണ്ടാവും. വെള്ളിലെ ഉസ്താദിന്റെ ഭാഷയിൽ കുറിപ്പാത്താണ്. കുറിപ്പ് എന്നാണ് മലയാളത്തിൽ പറയാം. അത് ജനറാക്കിയിട്ട് അദ്ദേഹം കുറിപ്പാത്ത് എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ നിന്ന് കേട്ട കുറിപ്പാത്തുകൾ ഇന്നും ഞങ്ങളെ ഫയലുകളിലുണ്ട്. 88-ലെ ധർമ്മപുരി സമ്മേളനത്തിൽ വെള്ളിലെ ഉസ്താദ് ക്ലാസ് എടുത്തത് ഇപ്പോഴും ഫയലിലുണ്ട്. എന്നിട്ട് ആ ക്ലാസ്സുകളിൽ അന്ന് കോറിയിട്ട ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ പൊടിതട്ടി അത് മിനുക്കിയാണ് എന്നെ പോലുള്ള പലരും ഇപ്പോ പ്രസംഗിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് അവസാനിക്കില്ല. ഇത് അവസാനിക്കാത്ത ശൃംഖലയായി അത് തുടരുമ്പോൾ ജന്നത്തുൽ ബഖീഇന്റെ കോർണറിൽ വിശ്രമിക്കുന്ന മാനവരുടെ ഹൃദയത്തിലേക്ക് ആ നീരൊഴുക്ക്, ആ സന്തോഷം എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു എത്തിക്കുമാറാകട്ടെ. ഈ സാസിന്റെ എല്ലാ പുണ്യവും സന്തോഷവും വെള്ളിലെ ഉസ്താദ് അടക്കം ഇവിടെ പറഞ്ഞുപോയ സാധാത്തുക്കൾ, ആലിമീങ്ങൾ, നേതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സ്നേഹജനങ്ങൾ, ബന്ധുക്കൾ, സഹകാരികൾ, സഹായികൾ, ഈ നാട്ടിലെ മക്ബറയിൽ അന്വേഷണം കൊള്ളുന്നവരടക്കം ആരൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ
എല്ലാവരുടെ ഭരണത്തിലേക്ക് കിസാസിന്റെ എല്ലാ പുണ്യങ്ങളും സന്തോഷങ്ങളും ഈ ദുൽഖഅദ മാസത്തെ ഉപഹാരമായി ഗിഫ്റ്റായി അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആ ക്ലാസുകളിൽ കൊടുക്കുമ്പോ പലപ്പോഴും വന്യനായ വെള്ളിയൂർ ഉസ്താദ് ആവർത്തിച്ച് ഓതി വിശദീകരിക്കുന്ന ഒരു ആയത്തുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനൻ തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ എന്ന് പറയുന്ന മുദ്ദസിറായ സൂറത്തിലെ ആദ്യത്തെ 7 ആയത്തുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ വെച്ച് ആദ്യമായി പരിഭ്രാന്തനായി ഒന്ന് പുറപ്പെട്ട് ഓടിക്കിടക്കുന്ന സമയത്ത് അള്ളാഹു വിളിച്ചു കൊടുത്ത് നൽകുന്ന വലിയ സന്ദേശങ്ങളുണ്ട്. ആ ആശയങ്ങൾ പലപ്പോഴും വെള്ളിയൂർ ഉസ്താദ് ഞങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എഴുന്നേൽക്കാനും എഴുന്നേറ്റ് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഉണർത്താനും അള്ളാഹുവിനെ മഹത്വത്തെ വാഴ്ത്തി പറയാൻ നല്ല അന്തസ്സുള്ള ആഭിജാത്യമുള്ള ഡ്രസ് എല്ലാം നേരെയാക്കിയിട്ട് തിന്മകൾ എല്ലാം വർദ്ധിച്ച് പാടമാറി നിന്ന് മറ്റുള്ളവരുടെ ഔദാര്യം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും പറയുന്ന വലിയ ആശയമുണ്ട്. ഇതെന്തിനെ ഞാൻ പറഞ്ഞു? വെള്ളിയൂർ ഉസ്താദ് പലപ്പോഴും ഈ ആയത്തുകൾ വെച്ച് ക്ലാസ് എടുത്തത് ഞാൻ ഓർക്കുകയാണ്. നമ്മളും ഉണരേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകിയ ആ കൽപ്പനകൾ അവിടെ അവസാനിക്കുന്നതല്ല. ആ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുള്ളതാണ്. നമ്മളും ഉണരണം. ഈ നാട്ടിൽ എവിടെയോ ജനിച്ചൊരു വീട്ടിൽ ജീവിക്കുന്ന കേവലം ഒരു വ്യക്തിത്വമായി മാറിയാൽ പോരാ, മറിച്ച് നാം ഉണരേണ്ട കാലമാണ്. എന്തുകൊണ്ട് ഉണരണം? നമ്മുടെ ഉമ്മത്ത് ഉറങ്ങുകയാണ്. നമ്മുടെ സഹജീവികൾ ഭൂരാഭൂരിയാണ്. അവരിരുട്ടിൽ തപ്പിത്തടയുമ്പോൾ അവർക്ക് നന്മ പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മുസ്ലിങ്ങളായ സുന്നികളായ മുഅ്മിനീങ്ങളായ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉണരണമെന്നും എന്ന് മാത്രമല്ല, റബ്ബിനെ ഇബാദത്ത് ചെയ്ത് അവനെ വഴങ്ങിയും അനുസരിച്ചു നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. നല്ല മാന്യമായ വേഷവിധാനത്തോടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിന്ന് മറ്റുള്ളവരുടെ ഔദാര്യം പ്രതീക്ഷിക്കാതെ. ഇന്നത്തെ കാലം അങ്ങനെയാണ്, ലാഭകേന്ദ്രീകൃതമായ ലോകമാണ്. വാപ്പനും ഉമ്മനെ പ്രായമുള്ള ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. ഇവിടെ വന്നവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. വാപ്പനെ ഉമ്മനെ പരിചരിക്കുന്നിടത്തടക്കം ഇന്നത്തെ തലമുറ എനിക്ക് എന്താണ് ലാഭം എന്നാണ് ചിന്തിക്കുന്നത്. ലാഭമുണ്ടെങ്കിലേ വാപ്പനെ നോക്കാനുള്ളൂ, ലാഭമുണ്ടെങ്കിലേ ഉമ്മയെ നോക്കാനുള്ളൂ എന്നിടത്താണ്. പക്ഷേ ആരുടെയും ഒരു ഫലം പ്രതീക്ഷിക്കാതെ, പ്രതിഫലം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യണമെന്നാണ് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മുസ്ലിമായി ജീവിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളപ്പോൾ അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് നാൾക്ക് നാൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. വെള്ളിയൂർ ഉസ്താദ് പലപ്പോഴും പറയാറുള്ള ഒരു ആശയമുണ്ട്, എല്ലാ കാലത്തും ഇസ്ലാമിക സമൂഹത്തിന് എതിർപ്പുകൾ ഉണ്ടായിരിക്കും. എതിർപ്പില്ലാത്തൊരു കാലം ഉണ്ടാവില്ല. അഥവാ നിങ്ങൾക്ക് എതിർപ്പില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് എവിടെയോ പിഴച്ചിട്ടുണ്ട്. നിങ്ങൾ യഥാർത്ഥമായ സത്യത്തിന്റെ വഴിയിലല്ല, എവിടെയോ കളങ്കം വന്നു പോയിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹമാണോ സത്യത്തിന്റെ ആളുകളാണോ എന്നും എതിർപ്പുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വൈതരണികളും തരണം ചെയ്യേണ്ടി വരും. അഥവാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് എവിടെയോ പഴച്ചു പോയിട്ടുണ്ട് എന്നാണ്. അല്ലാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. വെള്ളിയൂർ ഉസ്താദിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഒന്ന്, നല്ല തികഞ്ഞ പണ്ഡിതനായിരുന്നു. ഫൈദി ബിരുദം നേടിയെന്ന് മാത്രമല്ല, പണ്ഡിതൻ എന്ന് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഒന്ന്, ആഴമേറിയ അറിവ് സമ്പാദിക്കുക. എന്റെ മുത്തഅല്ലിമുകളുടെ കൂട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഉഖ്റവിയായ ആലിമീങ്ങളാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ പഠന തപസ്യയിൽ ഏർപ്പെട്ട ആളുകളാണ് നാം. അല്ലാഹു തആല ഉഖ്റവിയായ ആലിമീങ്ങളിൽ നമ്മുടെ മക്കളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. 3 പ്രധാനപ്പെട്ട ക്വാളിറ്റി മിനിമം ആലിമീങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് വെള്ളിയൂർ ഉസ്താദിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, ആഴമേറിയ അറിവ് സമ്പാദിക്കുക. അവിടെ ഒരു അപ്പീൽ ഉണ്ടാകാൻ പാടില്ല. മുത്തഅല്ലിമീങ്ങളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് വല്ലാത്ത തൗഫീഖാണ്, വല്ലാത്ത തൗഫീഖാണ് പണ്ഡിതനാകാൻ, മുത്തഅല്ലിമാകാൻ. കുൻ ആലിമൻ ഔ മുത്തഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാബിസ. നീ ഒന്നുകിൽ ആലിമാകണം അല്ലെങ്കിൽ മുത്തഅല്ലിമാകണം,
അല്ലെങ്കിൽ ഇൽമിനെയും ഇൽമിന്റെ അഹങ്കാരെയും കേൾക്കുന്നവരോ അതുമല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്നവരോ ആകണം. നാലാമതൊന്നാകരുതേ എന്ന് പറഞ്ഞെങ്കിൽ റസൂലുള്ളാഹി എന്നെ ആദ്യത്തെ നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും ഖുർആനിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പഠിക്കാൻ കിട്ടുന്ന ഒരവസരവും നിങ്ങൾ പാഴാക്കരുത്. പഠിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മുടെ മക്കൾക്ക് നാം പാഴാക്കി കളയാൻ പാടില്ല. രണ്ടു തരം വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് നമ്മൾ പറയാറുള്ളത്. വിജ്ഞാനം ഒന്നേ ഉള്ളൂ, എല്ലാം അല്ലാഹുവിന്റെ ഇൽമിന്റെ ഭാഗമാണ്. സൗകര്യാർത്ഥം ആത്മീയമെന്നും ഭൗതികമെന്നും നാം വേർതിരിക്കാറുണ്ട്. വ്യത്യാസമുണ്ട്. ഒന്ന്, വിശപ്പ് മാറാനുള്ള ചോറിന്റെ അന്നത്തിന്റെ സ്ഥാനത്താണ് ആത്മീയമായ വിദ്യാഭ്യാസം. എന്നാൽ ആ ചോറ് വിഭവസമൃദ്ധമാക്കാനുള്ള പപ്പടത്തിന്റെയും ഉപ്പേരിയുടെയും അച്ചാറിന്റെയും വറവിന്റെയും കരിച്ചതിന്റെയും പൊരിച്ചതിന്റെയും സ്ഥാനത്താണ് ഭൗതിക വിദ്യാഭ്യാസം ഉള്ളത്. പക്ഷെ നമുക്കറിയാം, വിശക്കുന്ന സമയത്ത് നമ്മൾ ആരും ആ ചോറ് മാത്രം വാരി തിന്നാറില്ല. നമുക്ക് ചോറ് ഒന്ന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ, വിഭവസമൃദ്ധമാകണമെങ്കിൽ ചേരുവകളൊക്കെ ചേരണം. എങ്കിൽ എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് വിദ്യാഭ്യാസവും പരമാവധി നേടണം. ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും. അത് സയൻസ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും എല്ലാം, അത് ഖുർആനാണെങ്കിലും ഹദീസാണെങ്കിലും തഫ്സീറാണെങ്കിലും ഫിഖ്ഹാണെങ്കിലും അഖീദയാണെങ്കിലും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. പഠന രംഗത്തിറങ്ങിയ കൂട്ടുകാർ മാക്സിമം പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നന്നായി പഠിക്കുക എന്നതാണ്. അപ്പൊ ഉസ്താദ് എന്ത് ചെയ്തു? നന്നായി പഠിച്ചു. അപ്പൊ നമ്മൾ ആലോചിക്കും, 7ാം ക്ലാസ് വരെയല്ലേ ഭൗതിക വിദ്യാഭ്യാസം വെള്ളിൽ ഉസ്താദ് ഔപചാരികമായി പഠിച്ചിട്ടുള്ളൂ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 7ാം ക്ലാസ് വരെ മാത്രം പഠിച്ച വെള്ളിൽ ഉസ്താദാണ് കേരളത്തിലെ മലയാളികൾക്കിടയിലെ ഏറ്റവും നല്ല എഴുത്തുകാരനും സാഹിത്യകാരനുമായി അറിയപ്പെട്ടതും വിലപ്പെട്ട സംഭാവനകൾ ഈ സമൂഹത്തിന് സമർപ്പിച്ചതും. ഔപചാരികമായ വിദ്യാഭ്യാസം കുറഞ്ഞുള്ളൂ, പക്ഷേ അനൗപചാരികമായി ധാരാളമായി വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. അപ്പൊ നല്ല പഠനമാണ് ഒന്ന്. രണ്ടാമത്തത്, പഠിച്ചാൽ മാത്രം പോലെ വെള്ളിൽ ഉസ്താദിന്റെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യപ്പെട്ടിരുന്നു. പഠിച്ച ആശയങ്ങൾ പകർത്തുന്നിടത്ത് നമ്മളിന്ന് പിന്നില. പൂർവികരായ ആളുകൾ നോക്കുമ്പോൾ ഇന്നത്തെ പോലെ മദ്രസ സൗകര്യങ്ങളോ ദേവാക്കുള്ളതോ ദർശനമൊന്നും ഇല്ലാത്ത കാലം. ദർശനമായിരിക്കും, പക്ഷെ എല്ലാവർക്കും ദർശനം പോകാൻ കഴിയില്ല. പ്രാരാബ്ധങ്ങൾ പിടിച്ച കാലം. അന്ന് പഠിക്കാനുള്ള സൗകര്യം ഓത്തുപള്ളി ഉണ്ടാവാം. ഇനി അതുമില്ലെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെ പഠിച്ചത്? ശുഗമരത്തിന്റെയോ അല്ലെങ്കിൽ ഉസ്താദിന്റെയോ അങ്ങനെ പഴയ മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാഴുന്നുണ്ടാവും. എവിടെ വാഴുന്നുണ്ടാവുക? അത് ചമ്മാട്ടായിരിക്കും, കോട്ടക്കലായിരിക്കും. കിലോമീറ്ററുകൾ നടന്നു പോകണം. ആ വഴന്ന് കേൾക്കാൻ വേണ്ടി പോയിരിക്കും. കൂട്ട് കെട്ടിയിട്ട് വഴന്നു പോകും, തിരിച്ചു വരും. അല്ലെങ്കിൽ പകലന്തിയോളം പാടത്തും പറമ്പിലും അധ്വാനിച്ച് ക്ഷീണിച്ചവശരായി മാരിവിശാ സമയത്ത് പള്ളിയിൽ ചെല്ലും. ആ പള്ളിയിൽ ഇരിക്കുമ്പോ അപ്പുറത്ത് ഉസ്താദിന്റെ സബക്കുണ്ടാവും. ആ സബക്ക് ഇങ്ങനെ കാതോർത്തിരിക്കും. ആ കേട്ട ഇൽമാണ്. വഴതിൽ കേട്ടതും ദർസിൽ നിന്ന് ഇങ്ങനെ കേട്ട പരിമിതമായ അറിവാണ് പഴയ കാലത്തെ പൂർവികരായ പിതാക്കൾക്ക് കൂടുതൽ ഉണ്ടാവുക. പക്ഷേ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർ കേട്ടതിന്റെ 100 ഇരട്ടി അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതാണ്, അല്ലേ? അതേസമയത്ത് ഇന്ന് ധാരാളമായി പഠിക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട്. ധാരാളമായി നമ്മളൊക്കെയും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ പകർത്തുന്നിടത്ത് മഹാന്മാരുമായി തട്ടിച്ചു നോക്കിയാൽ നമ്മൾ എത്രയോ അകലെയാണ്. ഇന്ന് ഇൽമ സമ്പന്നമാണ്. വൈജ്ഞാനിക സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഇൽമ പ്രാക്ടീസ് ചെയ്യുന്നവർ, പഠിച്ചത് ജീവിതത്തിൽ പകർത്തുന്നവർ എത്ര ശതമാനം ഉണ്ടെന്ന് പരീക്ഷിക്കണം. വെള്ളിൽ ഉസ്താദ് പഠിച്ച ഇൽമ ജീവിതത്തിൽ പകർത്തുകയും അത് അതുപോലെ പകർന്നു നൽകുകയും ചെയ്തൊരു മഹാപണ്ഡിതനായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, രണ്ടാമത്തെ ഒന്ന് പഠിക്കണം. രണ്ടാമത്തത് പഠിച്ചാൽ പോരാ, പഠിച്ചത് ജീവിതത്തിൽ പകർത്തണം. മൂന്നാമത്തത് പഠിച്ചാലും പോരാ, പകർത്തിയാലും പോരാ, അല്ലാഹു നൽകിയ അവസരങ്ങളും അനുഗ്രഹങ്ങളും വിനിയോഗിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്, അതൊരു ആലിമിന്റെ ബാധ്യതയാണ്. അല്ലാതെ പഠിച്ചു വെച്ചു ആലിനോട് ബിരുദധാരിയാണ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമുള്ള ആളുകളാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ജീവിതത്തിലെ പകർന്നു ചെയ്യണം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. രണ്ട് രീതിയിൽ പകർന്നു കൊടുക്കാൻ സാധിക്കും. ഒന്ന് ഔപചാരികമായി ദർസിലോ മദ്രസയിലോ കോളേജിലോ പഠിപ്പിച്ചുകൊണ്ട് തലമുറ
എന്ന് നാം പരിഭവപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാഹ് പകരം ദഅവാ കോളേജുകൾ സമ്പന്നമായി വന്നിട്ടുണ്ട്. ഇൽമ തകർന്നു പോകാൻ പാടില്ല. വഫാത്താകുന്നത് വരെ ഒരു മുദരിസായി നൂറുകണക്കിന് കൂട്ടുകാർക്ക് ഇൽമ പകർന്നു കൊടുത്ത് തലമുറകളെ സൃഷ്ടിച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ഔപചാരികമാണ്. പക്ഷെ അനൗപചാരികമായ ക്ലാസുകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ധാരാളമായി എത്രയോ ആളുകൾക്ക് ഇൽമ പകർന്നു കൊടുക്കാൻ പഠിച്ച ഇൽമ അടച്ചുപൂട്ടി വെക്കുക മാത്രമല്ല ചെയ്തത്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഉസ്താദ് കാണിച്ച ഏറ്റവും വലിയ സമർപ്പണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, എല്ലാ അർത്ഥത്തിലും പൂർണ്ണനായ ഒരു പണ്ഡിതനായിരുന്നു വെള്ളിയിലെ ഉസ്താദ് എന്നതാണ് ഓർക്കപ്പെടാനുള്ള ഒരു കാരണം. രണ്ടാമത്തത് ഏറ്റവും നല്ല അധ്യാപകനും മുദരിസുമായിരുന്നു. ഞാൻ സൂചിപ്പിച്ചു, ധാരാളമായി കുട്ടികൾക്ക് മുതഅല്ലിമീങ്ങൾക്ക് ദർസ് പകർന്നു കൊടുത്തു. അതിന്റെ പുറമെ അനൗപചാരികമായി ധാരാളം ക്ലാസുകളിലും പ്രഭാഷണങ്ങളിലും ഉസ്താദ് തിളങ്ങി നിന്നു. ഈ കൂട്ടത്തിൽ എന്റെ മക്കളോട് ഞാൻ പറയുന്നത്, അള്ളാഹു നമുക്ക് നാക്ക് തന്നിട്ടുണ്ട്, അള്ളാഹു നമുക്ക് കൈകാര്യങ്ങൾ തന്നിട്ടുണ്ട്, അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകവും തന്നിട്ടുണ്ട്. ഇത് ഉപയോഗപ്പെടുത്താനുള്ളതാണ്. അവസരങ്ങൾ വിനിയോഗിച്ചവർ മാത്രമാണ് ലോകത്ത് വിജയിക്കുക എന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. കേവലം 45 വർഷം മാത്രം ജീവിച്ച വെള്ളിയൂർ ഉസ്താദ്, അതിലെ 15 വർഷം മാറ്റിവെച്ചാൽ 30 വർഷം മാത്രമാണ് കർമ്മനിരതനായി സേവനം ചെയ്യാൻ അള്ളാഹു അവസരം നൽകിയത്. 30 വർഷം കൊണ്ട് 300 വർഷത്തെ സേവനങ്ങൾ അവർ നിർവഹിച്ചിട്ടുണ്ട്. അവസരങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് വിജയിച്ചു എന്ന് മാത്രമല്ല, അതുകൊണ്ട് മാത്രം ഓർക്കപ്പെടുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നില്ല. അവസരങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് വിജയിച്ച ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ AP ഉസ്താദ്. അള്ളാഹു ആ കടൽ ഒരുപാട് കാലം ആസ്വദിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. വാസ്തവി ബിരുദം നേടിയവർ, പണ്ഡിതന്മാരായവർ, മുദരിസുമാരായവർ ധാരാളം നമ്മുടെ ലോകത്തുണ്ടായിട്ടുണ്ട്, രാജ്യത്തുണ്ടായിട്ടുണ്ട്. എന്റെ ഉസ്താദിന്റെ വ്യത്യാസം, AP ഉസ്താദിന് അള്ളാഹു നൽകിയ എല്ലാ അവസരങ്ങളും വിനിയോഗിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോയപ്പോൾ ലോകത്തിന്റെ നെറുകയിൽ അറിയപ്പെട്ട ശ്രദ്ധേയനായ മഹാപണ്ഡിതനായ AP ഉസ്താദ് മാറിയതാണ്. ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ നിന്നാണ് AP ഉസ്താദ് കയറി വന്നതെന്ന ചരിത്രം നമുക്കറിയാം. ഉസ്താദ് അള്ളാഹു നൽകിയ അവസരങ്ങൾ വിനിയോഗിച്ചത് മാത്രമാണ്. നമുക്കും അള്ളാഹു ധാരാളമായ അവസരങ്ങൾ നൽകുന്നുണ്ട്. ആ അവസരങ്ങൾ വിനിയോഗിക്കണം. അപ്പോ പ്രസംഗിക്കാനുള്ള അവസരം കിട്ടും. ഉസ്താദ് ഏറ്റവും വലിയ പ്രഭാഷകരാണ്, നമുക്കറിയാം. ഏറ്റവും വലിയ സംഘാടകരാണ്, ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്, ഏറ്റവും വലിയ ദാഴിയാണ്. എന്നാൽ അതിന്റെ നേർ പതിപ്പാണ് മഹാനായ വെള്ളിയൂർ ഉസ്താദ്. തികഞ്ഞ പണ്ഡിതനായിരുന്നു, നല്ല പ്രഭാഷകനായിരുന്നു. പ്രഭാഷകനാകാൻ എന്താ വേണ്ടത്? വാചാലത മാത്രം ആയിട്ട് കാര്യമില്ല. വാചാലത പ്രധാനമാണ്. വാക്ക് നന്നായി പറയാൻ സംസാരശേഷി ഉണ്ടാവണം. അതോടൊപ്പം നന്നായി റഫർ ചെയ്യണം, പഠിക്കണം. 7ാം ക്ലാസ് വരെ മാത്രം പഠിച്ച വന്യരായ വെള്ളിയൂർ ഉസ്താദിന് സ്വന്തമായി ലൈബ്രറി ഉണ്ടായിരുന്നു. കിതാബുകളും പുസ്തകങ്ങളും ധാരാളമായി റഫർ ചെയ്ത് ആത്മീയമായ വിഷയങ്ങൾ മാത്രമല്ല, ഭൗതിക വിജ്ഞാനങ്ങളും ശാസ്ത്രങ്ങളും കാലികമായ വിഷയങ്ങളും നന്നായി മുതാല ചെയ്യുന്ന ശീലം മുതഅല്ലിമീങ്ങൾക്ക് ഉണ്ടാവേണ്ടത് അതാണ്. ആലിമായി കഴിഞ്ഞു, പിന്നെ ഒന്നും നോക്കേണ്ടതല്ല. ധാരാളമായി പിന്നെ വായിക്കണം, പഠിക്കണം. ഇന്ന് എത്രയോ പഠിക്കാൻ ചാൻസ് ഉണ്ട്, നമുക്ക് ഉപയോഗപ്പെടുത്തണം. അപ്പൊ ഉസ്താദിന്റെ പ്രത്യേകത എന്താ? കേവല പ്രസംഗകനല്ല, സ്റ്റേജിലേക്ക് ഇങ്ങനെ വന്ന് വായി കിട്ടുന്നൊക്കെ പറയുന്ന ആളല്ല പ്രഭാഷകൻ. ഓരോ പ്രഭാഷണത്തിനും വരുമ്പോ നല്ല ഹോംവർക്ക് തയ്യാറെടുപ്പ് നടത്തുകയാണ്. അതാണ് വെള്ളിയൂർ ഉസ്താദിന്റെ കുറിപ്പാത്ത് എന്ന പ്രയോഗം. ഓരോ പ്രസംഗത്തിനും എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും പ്രത്യേകമായി ഫ്രെയിം തയ്യാറാക്കും, നോട്ട് തയ്യാറാക്കും. ആ നോട്ട് ആസ്പദമാക്കി പ്രസംഗിക്കും. ഞാനിവിടെ ഇരിക്കുന്ന കൂട്ടുകാരോട് സാഹിത്യ സമാജങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ മറ്റ് അവസരങ്ങൾ ഉണ്ടാവും. ഈ അവസരം നമുക്ക് നൽകുന്നത് വളരാനും നീരാടുമാണ്. വെള്ളിയൂർ ഉസ്താദിന്റെ എടുത്തുകൊണ്ട് പറയുന്നത് അത് മാതൃക സ്വീകരിച്ചുകൊണ്ട് പണ്ഡിതരും പ്രഭാഷകരും എഴുത്തുകാരും സംഘാടകരും ഒക്കെ വളരാൻ വേണ്ടിയാണ്. എങ്കിൽ ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ പ്രസംഗത്തിൽ ചാൻസ് കിട്ടുമ്പോൾ 5 മിനിറ്റുള്ള 10 മിനിറ്റ് ആക്കാൻ സാധിക്കണം. അവിടെ പ്രസംഗിക്കേണ്ടത് നേരത്തെ തയ്യാറാക്കണം. നമ്മൾ തയ്യാറാക്കി പ്രസംഗിച്ചാൽ ഏറ്റവും നല്ല പ്രസംഗവും. എനിക്ക് ഓർമ്മയുണ്ട്, 2003 വന്യരായ വെള്ളിയൂർ ഉസ്താദ് വഫാത്താകുന്നത്. ആ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് വെള്ളിയൂർ ഉസ്താദ് പങ്കെടുത്ത പ്രധാനപ്പെട്ട സമ്മേളനമായിരുന്നു SSFന്റെ 30ാം വാർഷികം വെട്ടിച്ചിറയിൽ നടന്ന വാദി മുഖദ്ദസ് സമ്മേളനം. ഞങ്ങളൊക്കെ അതിന്റെ സംഘാടകരാണ്, മുഖ്യ സംഘാടകരാണ്. ആ പ്രതിനിധി സമ്മേളനമായിരുന്നു. 10ാം വാർഷികം കോഴിക്കോട്ട് പൊതുസമ്മേളനമായിരുന്നു ഹിദായത്ത് നഗറിലെ.
20ാം SSFന്റെ 20ാം വാർഷികം കോഴിക്കോട്ട് ഖാദിസിയിൽ വെച്ച് വലിയ സമ്മേളനമായിരുന്നു. 30ാം വാർഷികം പ്രതിനിധി സമ്മേളനം 5000 പന്തലിട്ട ആളുകൾക്കുള്ള വേദിയ സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിന് പ്രോഗ്രാം തയ്യാറാക്കിയപ്പോൾ ഞങ്ങളുടെ അനുഭവം എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മയുണ്ട്. എന്താണ് ഓർമ്മ എന്നറിയുമോ? അവിടെ ധാരാളം വിഷയങ്ങളുണ്ട്. ഭൗതിക വിഷയങ്ങളുണ്ട്, ശാസ്ത്ര വിഷയങ്ങളുണ്ട്, ആത്മീയ വിഷയങ്ങളുണ്ട്, അതേപോലെ ആദർശമുണ്ട്. പല വിഷയങ്ങളിലുള്ള ചർച്ചകളും സെമിനാറുകളും സംവാദങ്ങളും എല്ലാം നടക്കുന്ന വേദിയുടെ പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഓരോ വേദിയിലും എഴുതി വെട്ടി വീണ്ടും എഴുതി വീണ്ടും തിരുത്തി എഴുതപ്പെട്ട ഒരു നാമമാണ് വെള്ളിയൂർ ഉസ്താദിന്റേത്. ആദർശ സെഷൻ പറയുമ്പോ അതിലെ ക്യാപ്റ്റായ ഏറ്റവും യോജിച്ചാണ് വെള്ളിയൂർ ഉസ്താദ് ആയിക്കോട്ടെ എന്ന് പറയും. ഇപ്പൊ വെള്ളിയൂർ ഉസ്താദിന്റെ പേര് അവിടെ എഴുതി ചേർക്കും. കുറച്ച് കഴിഞ്ഞ് അപ്പുറത്ത് നോക്കുമ്പോൾ കമ്മ്യൂണിസമാണ് ചർച്ച. കമ്മ്യൂണിസ്റ്റെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആരാണ് നല്ലത്? അപ്പൊ പറയും വെള്ളിയൂർ ഉസ്താദ് മോളൊന്ന് വട്ട താഴെ എഴുതി ചേർക്കാം. ഞാൻ പറയുന്നത് ഏത് വിഷയവും വളർന്നു, ഏത് വിഷയവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. കേവലം പരിമിതമായ ഏരിയല്ല, എല്ലാ വിഷയവും. അതിന് നേരത്തെ തയ്യാറെടുപ്പ് നടത്താം. തയ്യാറെടുപ്പ് നടത്തിയിട്ട് സദസ്സിനെ കയ്യിലെടുക്കുന്ന പ്രഭാഷണം അത് ഏറ്റവും പ്രധാനമാണ്. അതിന് ഗൗരവം എല്ലാ ഹീറോ ഒന്നിച്ചു വരുന്ന പ്രഭാഷണം നടത്തുന്നതല്ല. വെള്ളിയൂർ പ്രഭാഷണത്തിന് ശൈലിയുണ്ട്, അതൊരു ഒഴുക്കാണ്. ആ ഒഴുക്കിൽ എല്ലാവരും ആകർഷകരായിരിക്കും. അത് കൽബിലേക്ക് ആഞ്ഞു തുറക്കും. കുറെ വാചകസത്യം എനിക്ക് നടത്താം, പക്ഷേ നമ്മുടെ കൽബകളിലേക്ക് അത് ഒരു വേരായ ആളിന് ഇറങ്ങണമെങ്കിൽ അതിന്റെ ശൈലി വേറെയാണ്. അത് വെള്ളിയൂർ ഉസ്താദിന്റെ ശൈലി പ്രത്യേകമാണ്. നല്ല ഭാഷയാണ്. നോക്കൂ, നിങ്ങൾ മലപ്പുറത്തായിട്ട് പോലും നാടൻ കൊളോക്കിയ ഭാഷയല്ല, സംസാരത്തിൽ എങ്ങനെ പറയും, പക്ഷേ പ്രഭാഷണത്തിന് നല്ല ഭാഷയാണ്, നല്ല പ്രയോഗങ്ങളാണ്. അത് ഏറ്റവും പ്രധാനമാണ്. നല്ല ബോഡി ലാംഗ്വേജ് അതൊരു പ്രഭാഷകന്റെ ഏറ്റവും വലിയ ആകർഷണമാണ്. എങ്ങനെ നിന്ന് ഉറക്കം കിടത്തി പ്രസംഗിച്ചാൽ ഒരാൾ ശ്രദ്ധിക്കുക. ഞാനിത് കുട്ടികൾക്ക് വേണ്ടിയാണ് പറയുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെയും ഉറക്കത്തുകൊണ്ട് ഉറപ്പാണ് നമുക്ക് നൽകുമാറാകട്ടെ. എന്ന് മാത്രമല്ല, ഓരോ പ്രസംഗങ്ങളും അത് പ്രബോധനാത്മകമായിരുന്നു. മറ്റുള്ളവരെ ദീനിലേക്ക്, നന്മയിലേക്ക് ആകർഷിക്കാൻ പോകുന്നതായിരുന്നു. ജനങ്ങളെ അടുപ്പിക്കുന്നതോ അകറ്റുന്നതോ ആയിരുന്നില്ല. AP-ക്കാരുടെ പ്രോഗ്രാമാണ്, SSF-കാരുടെ പ്രോഗ്രാമാണ്, SYS-കാരുടെ പ്രോഗ്രാമാണെന്ന് കരുതി മാറി ഇരുട്ടിന്റെ മറവിൽ നിന്ന് നിരീക്ഷിച്ച ആളുകൾക്ക് പോലും 10 മിനിറ്റോ അരമണിക്കൂറോ പ്രസംഗം കേട്ടാൽ മെല്ലെ മെല്ലെ തെറ്റില്ല, കുഴപ്പമില്ല, കേൾക്കേണ്ടതാണ്, ആകർഷകമാണ്. അവരുടെ കൽപകങ്ങളിലേക്കടക്കം ഇറങ്ങിച്ചെല്ലുന്ന ഏറ്റവും നല്ല ശൈലിയും ഏറ്റവും നല്ല പ്രയോഗങ്ങളുമായിരുന്നു. വേറും വാശിയും കാണിച്ചില്ല, എടുത്തുചാട്ടം ഉണ്ടായില്ല. എല്ലാവരെയും ആകർഷിക്കുന്ന ഏറ്റവും നല്ല ശൈലി അവരുപയോഗിച്ചു. വൈകാരികമായി കത്തിക്കയറുന്ന ശൈലിയായിരുന്നില്ല. വളരെ വിവേകപൂർണമായി എന്റെ സദസ്സിൽ അച്ചടക്കത്തോടെ ഇരിക്കുന്നവരെക്കാൾ മാറി നിൽക്കുന്ന അനുഭാവികളോ വിമർശകരോ ആയ 10 ആളുണ്ടെങ്കിൽ അവരെ കൂടി ആകർഷിക്കുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല ശൈലി ഉപയോഗിച്ചു. വിവേകപൂർണമായി സംസാരിച്ചു എന്ന് മാത്രമല്ല, ഏറ്റവും നല്ല ലക്ഷണമൊത്ത പ്രസംഗങ്ങൾക്ക് അങ്ങനെയുണ്ട്. അത് 5 മിനിറ്റ് ആണെങ്കിലും 2 മണിക്കൂറാണെങ്കിലും ലക്ഷണമൊത്ത പ്രസംഗമാകണം. പ്രസംഗകരായിരുന്നു അവർ. ഞാൻ അവസാനിപ്പിക്കുന്നത്, എനിക്ക് സംസാരിക്കുന്നില്ല. അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ല പ്രവർത്തകനും നേതാവും സംഘാടകരുമായിരുന്നു അവർ. നേരത്തെ പറഞ്ഞ കുഞ്ഞുമ്മ ഫൈസ് ഉദാഹരണം പറഞ്ഞു. കുഞ്ഞുമ്മ ഫൈസ് പ്രവർത്തകനായതുകൊണ്ടാണ് 10,000 മയ്യത്ത് നിസ്കരിക്കാൻ ഉണ്ടായതെന്ന് പറഞ്ഞെങ്കിൽ ആരായിരുന്നു അവർ? താഴത്തെ പള്ളിയില് അവിടെ ദർശനം കൊടുത്തു. 2ാം ദർശനം കഴിഞ്ഞിട്ട് രാത്രി 11-11:30 മണിക്ക് ഇറങ്ങാണ്. എന്തിനു വേണ്ടി? പരപ്പനങ്ങാടിയിലെ, താനൂരിലെ, ഈ പരിസര പ്രദേശങ്ങളിലെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ, വീടുണ്ടാക്കി കൊടുക്കാൻ, കണ്ണീരൊപ്പാൻ, കടബാധ്യതകൾ തീർക്കാൻ വേണ്ടി ഇറങ്ങും. എനിക്ക് ഓർമ്മയുണ്ട്, SSF-ന്റെ പ്രവർത്തകനായ സമയത്ത് മാളിയേക്കലും ഞാനും അദ്ദേഹത്തെ പോയി കണ്ട് അവരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞുമോഹയുടെ ആ ആരുടെ അടുത്തേക്കും കാര്യത്തില്ല. ഇന്നലെ പോയ ആളത്തേക്ക് എന്ത് കാര്യത്തില്ല അദ്ദേഹത്തിന് മടിയില്ല. കാരണം വീട്ടിലെ കാര്യത്തിനല്ല പോകുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യത്തിനല്ല പോകുന്നത്, പാവങ്ങൾക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് വേണ്ടിയാണ് പോകുന്നത്. മഹാനായ മർഹൂം തലപ്പാറത്തങ്ങൾ അള്ളാഹു തആല ദർജ ഉയർത്തുമാറാകട്ടെ. കൊറോണ കാലത്ത് പെട്ടെന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. ഒരു അനുഭവം പറയുകയാണ്. കുഞ്ഞുമൊബൈൽ ഉസ്താദ് ദർസ് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞ ഒരു പഴയ ജീപ്പ് സംഘടിപ്പിക്കും. അന്ന് ജീപ്പാണല്ലോ ജനകീയ വാഹനം. സംഘടിപ്പിച്ച് തലപ്പാറത്തങ്ങളെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് തങ്ങളോട് പറഞ്ഞു, വലിയ തങ്ങളെ പോകാണ്ട്.
അപ്പൊ തങ്ങൾ ചോദിച്ചില്ല എങ്ങോട്ടാ പോകണം, എന്തിനാ പോകണത്? കാരണം കുഞ്ഞുമോ ഫൈദിയാണ് വന്നതെങ്കിൽ ഏതോ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനുണ്ടായിരിക്കും. നമ്മൾ ഊർക്കം വലിച്ചുറങ്ങുന്ന സമയമാണ്. ആ സമയത്താണ് അവർ ഇറങ്ങി നടക്കുന്നത്. തങ്ങളെ ഉടനെ ഒരു മുഷിപ്പും കാണിക്കാതെ പിടിച്ചത് കുഞ്ഞുമോ ഫൈദിയല്ലേ, ഇറങ്ങി നടന്നു. ചെമ്മാട് അങ്ങാടിയുടെ അടുത്തുള്ള അക്കാലത്ത് കൊട്ടാര സമാനമായ വലിയൊരു വീട്, അക്കാലത്ത് വീടല്ലേ, ആ വീട്ടിന്റെ മുന്നിലെത്തിയപ്പോ തങ്ങൾക്ക് നെഞ്ചിടിപ്പ് അല്പം വർദ്ധിച്ചു. ഈ വലിയ കൊട്ടാരത്തിൽ വന്നിട്ട് രാത്രിയിൽ കോളിംഗ് ബെല്ലടിച്ചാൽ ഈ വീട്ടുടമയുടെ മനോഭാവം എന്തായിരിക്കും? നമുക്കങ്ങനെ ഉണ്ടാവും, ഒരു പൊതികളുണ്ടാവും. പക്ഷെ ധൈര്യം എന്താണ്? മുന്നിൽ ആരുടെ കൂടെ കുഞ്ഞുമോ ഫൈദിയുണ്ട് എന്നതാണ്. ബെല്ലടിച്ചു, ആ വലിയ വാതിൽ തുറന്നു. വാതിൽ തുറന്ന് ഉറക്കച്ചടവോടെ മുതലാളി പുറത്തേക്ക് നോക്കുമ്പോ കാണുന്നത് സുസ്മേവാദനായി ആ കുഞ്ഞുമോൻ എന്ന പേരിന് അന്വർത്ഥമാക്കുന്ന ചിരിയായിരുന്നു അദ്ദേഹത്തിന്റെ. കണ്ട ആളുകൾക്കറിയാം അല്ലെ, ആ മുഖം കൂടെ ഓർമ്മ വരുന്നുണ്ട്. കുഞ്ഞുമോയുടെ മുഖം കണ്ടപ്പോ മുതലാളികളുടെ ഐസായി. പിന്നെ അദ്ദേഹത്തിന് വിഷമൊന്നുമില്ല. ഉടനെ കയറിയിരിക്കാൻ പറഞ്ഞു, സ്വീകരിച്ചിരുത്തിയിട്ട് ഉടനെ കുഞ്ഞുമോഹൻ വിഷയം അവതരിപ്പിച്ചു. ഇത് തലപ്പാറ തങ്ങൾ പാപ്പയാണ്, ഇത് തലപ്പാറ തങ്ങളാണ്. ഇന്ന സ്ഥലത്ത് അടുത്ത ഞായറാഴ്ച പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണം ഉണ്ടായി. ആ കല്യാണത്തിന് 10 പവൻ സ്വർണം കൂടി ആവശ്യമുണ്ട്. അന്ന് ഇന്നത്തെ പോലല്ല, എണ്ണി പറഞ്ഞ് ചോദിക്കുന്ന കൊടുക്കുന്ന കാലം. പ്രത്യേകിച്ച് പാവപ്പെട്ടവരും സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളാണെങ്കിലും കെട്ടിച്ചേക്കാനുള്ള മാനദണ്ഡം പലപ്പോഴും സ്വർണ്ണമായിരുന്നു. ഒരു 15 പവനോ 20 പവനോ ഉണ്ടെങ്കിൽ അത് പണിയെത്തി പോകുന്ന രീതിയാണ്. അങ്ങനെ പറഞ്ഞു 10 പവൻ സ്വർണം കൂടി ആവശ്യമുണ്ട്. അതിനിറങ്ങിയതാ. ഈ മുതലാളി ഒരു മുഷിപ്പില്ലാതെ അകത്തേക്ക് പോയത്ര. അകത്തേക്ക് പോയി തിരിച്ചു വന്നിട്ട് ഒരു പൊതി കയ്യിൽ കൊടുത്തിട്ട് തങ്ങളോടും കുഞ്ഞുമോ ഫൈദിയോടും പറയുകയാണ് അത്ര, ഇനി ആ കുട്ടിയെ കെട്ടിക്കാൻ നിങ്ങൾ ആരുടെ അടുത്തേക്കും പോകേണ്ടതില്ല. 10 പവൻ സ്വർണ്ണം. എന്തേതിന്റെ കാരണം? കുഞ്ഞുമോ ഫൈദി എന്ന പാവപ്പെട്ട ആലിമ്, മുദരിസ്, പ്രവർത്തകൻ ഇതരരുടെ അവസരയുടെ പാപങ്ങളുടെ കണ്ണീരൊപ്പാൻ രാത്രി 2 മണിക്കും 3 മണിക്കും ഉറക്കൊഴിഞ്ഞ് നടക്കുന്ന വെള്ളം ചേരാത്ത ഇഖ്ലാസ് മാത്രമാണ് അല്ലാഹുവിന്റെ ഖജനാവ് മലക്ക് തുറക്കാനുള്ള കാരണം. ഇതേപോലെയായിരുന്നു മഹാനായ വെള്ളിൽ ഉസ്താദ്. മുദരിസാണ്, പണ്ഡിതനാണ്, പ്രഭാഷകനാണ്. എന്ത് കരുതി സ്റ്റേജിൽ മാത്രം ആക്ഷൻ കാണിച്ചു, ട്രാഫിക് പോലീസുകാരനെ പോലെ ആക്ഷൻ കാണിച്ചിരുന്ന ആളായിരുന്നില്ല. ഈ സ്റ്റേജിലുള്ളതിലേറെ താഴോട്ട് ജനങ്ങളുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷയങ്ങൾ അന്വേഷിച്ച് അതറിഞ്ഞ് പരിഹാരം നൽകിയ ആളായിരുന്നു. ഉസ്താദിന്റെ കാലക്കാരനായി ജീവിച്ച, എനിക്കൊക്കെ വലിയ ബഹുമാനം ആദരവും തോന്നിയ വലിയൊരു വ്യക്തിത്വമായിരുന്നു തോട്ടുമൽ ഫൈസി. അദ്ദേഹം വെള്ളി ഉസ്താദിന്റെ നാട്ടില് ദർസ് നടത്തിയിരുന്നു. ആ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ തോട്ടുമൽ ഉസ്താദിന്റെ മകൻ പെട്ടെന്ന് എന്തോ ഒരു അപകടത്തിൽ പെട്ടെന്ന് മരിച്ചുപോയി. ആ മരിച്ചു എന്നുള്ള വിവരം കേട്ടപ്പോ വെള്ളി ഉസ്താദ് ആ വീട്ടിൽ ചെന്ന് എല്ലാ മയ്യത്തിന് വേണ്ടതൊക്കെ ചെയ്തു. ഇന്നത്തെ പോലല്ലോ, വണ്ടി വാഹനം സൗകര്യമില്ല, വീട്ടിലാണ് അങ്ങേയറ്റത്തെ ദാരിദ്ര്യമാണ്, ഒരു പ്രയാസപ്പെട്ട മരണവുമാണ്. എല്ലാം ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, കുറെ മക്കളുണ്ട് ഫൈസി ഉസ്താദിന്. ആ മകൻ മരിച്ചതിന് ശേഷം അവർക്ക് തീരാ ദുരിതം, ഒരുപാട് രോഗങ്ങൾ വന്നു. ഒരു സമയം എന്ത് സംഭവിച്ചു? ഈ മകൻ മരിച്ച ഉടനെ തന്നെ എല്ലാവരും രോഗികളായി, വീട് കൂട്ടിയിട്ട് എല്ലാവരും ആശുപത്രിയിലായി. ഫൈസി ഉസ്താദിനോട് പറഞ്ഞില്ല, വെള്ളിയിലെ നാട്ടുകാരോട് പറഞ്ഞില്ല. പക്ഷെ വെള്ളി ഉസ്താദ് എന്ത് ചെയ്തു? ഈ സങ്കടം സ്വകാര്യമായി നാട്ടുകാരോട് അറിയിച്ച് ആശുപത്രിയിൽ ഒരു സ്വന്തം സഹോദരനെ പോലെ ചെന്ന് ആ കുടുംബത്തെ പരിചരിച്ചു, അവരെ ചികിത്സിച്ചു, അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. വെള്ളി ഉസ്താദിന് അവരുടെ ജോലി ചെയ്തിരുന്നാൽ പോലെ വേറെ എന്തിനും പോകേണ്ട കാര്യമുണ്ടോ? ശമ്പളം കിട്ടിയാൽ മതി, കുടുംബത്തെ പോറ്റിയാൽ മതി, ദർസ് നടത്തിയാൽ മതി. അല്ല, ഒരു ദർസ് നടത്തുന്ന മുദരിസാകുമ്പോഴും പ്രവർത്തകരാകുമ്പോഴും എല്ലാവരുടെയും കണ്ണീരൊപ്പുക എന്നത് അവരുടെ ഏറ്റവും നല്ല ഒരു സ്വഭാവമായിരുന്നു, പെരുമാറ്റമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പ്രവർത്തകനായി ജീവിച്ചു. ഓർമ്മയുണ്ടോ? നിങ്ങൾക്കറിയുമോ? റിസാല എന്ന് പറയുന്ന പത്രമുണ്ട്. 82-ൽ റിസാല എന്ന മുഖപത്രം. ഇതിപ്പോ കേരളീയർക്കിടയിൽ, പൊതുജനങ്ങൾക്കിടയിലൊക്കെ വളരെ വായിക്കപ്പെടുന്ന ശ്രദ്ധേയമായ പത്രമാണ്. ആ പത്രം ആരംഭിക്കാനുള്ള ചർച്ചയ്ക്ക് തിരികൊളുത്തിയത് മഹാനായ വെള്ളി ഉസ്താദാണ്. അതുകൊണ്ടാണ് 83-ൽ റിസാല ആരംഭിച്ചപ്പോ വഫാത്ത് വരെ ആ പത്രത്തിന്റെ ചീഫ് എഡിറ്ററായി 7ാം ക്ലാസ്സുകാരനായ വെള്ളി ഉസ്താദ് വിനിയോഗിക്കപ്പെടുന്നത്. ആ റിസാല ഇറങ്ങുമ്പോ അത് ചെറിയ കുട്ടി റിസാലയാണ്, നമ്മളൊക്കെ മാസികയായിട്ടുള്ള കുട്ടി റിസാലയാണ്. ഓരോ ലക്കം റിസാലയും
അതിലെ ലേഖനങ്ങളെല്ലാം വരുത്തി അതിന്റെ പ്രൂഫ് നോക്കി പാഞ്ഞിലാണ് ദിവസമുള്ളത്. പാഞ്ഞിൽ ബസ്സിൽ വെച്ച് അടിക്കുമ്പോ എല്ലാ കാര്യവും ശ്രദ്ധിക്കും. എന്നിട്ട് വ്യാഴാഴ്ച നാട്ടിലേക്ക് പോകുമ്പോൾ റിസാലയുടെ കെട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രസ്സിൽ നിന്ന് ബസ്സിലേക്ക് സ്വന്തം തലയിലേക്ക് മഴ പെയ്യാണെങ്കിൽ അല്ലെങ്കിൽ വെയിൽ കൊണ്ടാണെങ്കിൽ ഓയിൽ കൊണ്ട് വലിയ ബാട്ടമാക്കി കെട്ടിയിട്ട് നടന്നു പോകുന്ന വെള്ളി ഉസ്താദിന് ഓർക്കാൻ ഇന്നത്തെ SSF സാധിക്കുമോ? റിസാലയുടെ ഓഫീസ് മലപ്പുറത്തേക്ക് മാറ്റിയപ്പോഴും ആ ചര്യ മാറ്റിയില്ല. റിസാല എന്ന പത്രം ഇറങ്ങണം, അത് വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കണം, അതിലൂടെ ദീനും ഇൽമും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം മൂർത്താവിൽ റിസാലയുടെ കെട്ട് ചുമന്നുകൊണ്ട് ഒരു ദിവസമല്ല 2 ദിവസമല്ല വർഷങ്ങളോളം സേവനം ചെയ്ത വല്ലാത്തൊരു വ്യക്തിത്വമാണ് അവർ. എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ലോകം എത്രമാത്രം അടിമേൽ പറഞ്ഞാലും സാങ്കേതികമായി പുരോഗതി പ്രാപിച്ചാലും ഏറ്റവും നല്ല 3 വഴികളുണ്ട്. ഒന്ന്, ജനങ്ങളെ ദീനിലേക്ക് ആകർഷിക്കാനുള്ള ഏറ്റവും നല്ല ഹിക്മത്താണ്. റസൂലുള്ളാഹിയും സഹാബാക്കളും പ്രബോധകരും ഒക്കെ നല്ല തന്ത്രങ്ങളിലൂടെ ജനങ്ങളെ ആകർഷിച്ചത് കാണാം. രണ്ടാമത്തത് നല്ല സതുപദേശങ്ങളാണ്, സാരോപദേശമായ വാളുകളാണ്. ഒരുപക്ഷെ വലിയ വാളുകളെക്കാൾ നേർക്കെതിരെയുള്ള സംവാദങ്ങളാണ്. അതോടൊപ്പം മൂന്നാമത്തെ നല്ല ഭാഷയിലും ശൈലിയും ജനങ്ങളുമായി സംവദിക്കലാണ്. ഈ 3 ആശയങ്ങൾ ഒത്തിണങ്ങിയ മഹാവ്യക്തിത്വമായിരുന്നു വെള്ളിയൂർ ഉസ്താദ്. അതുകൊണ്ടാണ് ഒരു പ്രവർത്തകൻ നേതാവെന്ന രീതിയിൽ അവർ വിജയിച്ചത്. യൂണിറ്റിൽ നിന്ന് തുടങ്ങി പടിപടിയായി കയറി SYSSFന്റെ സംസ്ഥാന പ്രസിഡന്റായി, അവസാനം SYSന്റെ ജില്ലാ സെക്രട്ടറിയായി, SYSന്റെ സംസ്ഥാന സാരഥ്യത്തിലേക്ക് നാം പ്രതീക്ഷ അർപ്പിക്കുന്ന സമയത്താണ് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടി വന്നത്. അവിടുത്തെ ദർജ അള്ളാഹു ഉയർത്തുമാറാകട്ടെ. സ്വർഗ്ഗത്തിൽ അള്ളാഹു അവരോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. പ്രസ്ഥാനത്തിന് വേണ്ടി, ദീനിനു വേണ്ടി ത്യാഗം ചെയ്തു. ഒരു തലമുറയെ തന്നെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സംഭാവന ചെയ്താൽ കഠിനാധ്വാനം ചെയ്ത വ്യക്തിത്വമായിരുന്നു. എന്തായിരുന്നു അവരുടെ പെരുമാറ്റം? ഏറ്റവും നല്ലൊരു ദാഴിയുടെ പ്രബോധകന്റെ ഒരു പ്രവർത്തകനാകുമ്പോ, ഒരു ദാഴിയാകുമ്പോ, ഒരു സംഘാടകനാകുമ്പോ, ഒരു നേതാവാകുമ്പോ ഉണ്ടാകേണ്ട സ്വഭാവ രീതിശാസ്ത്രമുണ്ട്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വലിയ നേതാവാണ്. ലോകത്തെ ഏറ്റവും വലിയ ദാഴിയും പ്രബോധകരും അവരാണ്. അവരുടെ പ്രബോധന രീതിശാസ്ത്രത്തെ കുറിച്ച് ഖുർആനിൽ പറയുന്ന ആയത്താണ് നേരത്തെ ഓതിയത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹു വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലംഫദു മിൻ ഹൗലിക്. അങ്ങ് അല്ലാഹുവിന്റെ കരുണാകടാക്ഷം കൊണ്ട് ഏറ്റവും നല്ല ലീനമായ പെരുമാറ്റത്തിന്റെ ഉടമയാണ്. അല്ല, അങ്ങ് റഫായ പരുവരുത്ത പെരുമാറ്റത്തിന്റെ ഉടമയാണെങ്കിൽ അങ്ങയുടെ ചുറ്റുവട്ടത്തുള്ള പ്രബോധിതരായ ആളുകൾ അങ്ങയിൽ നിന്നോടി അകലുമായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് നമുക്ക് പാഠമാകണം. നമ്മളെല്ലാവരും താഴികളും പ്രബോധകരും പ്രവർത്തകരും ആകേണ്ടവരാണ്. നമ്മുടെ പെരുമാറ്റം കൊണ്ട് അയൽവാസിക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല. നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഏതെങ്കിലും ആളുകളെ ദീനിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. ദീനിലേക്ക് ആകർഷിക്കുന്ന പെരുമാറ്റമായിരിക്കണം. ആ ആയത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ആലോചിക്കും. നമ്മൾ പഠിക്കേണ്ട ആശയങ്ങളാണ്. സാധാരണക്കാരായ ജനങ്ങൾ നമ്മളെപ്പോലെ ആളുകൾ കേൾക്കാനോ, നമ്മളെപ്പോലെ പ്രഭാഷണം കേൾക്കാനോ, വെള്ളി ഉസ്താദിനെ പോലുള്ള മഹാന്മാരെ അനുധാവനം ചെയ്ത് ബർക്കത്തെടുക്കാനോ ഒന്നും അവസരം കിട്ടാത്ത സാധാരണക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള പരിസരങ്ങളിലുള്ളത്. അവർക്ക് പുറത്തു കൊടുക്കണം. അവർക്ക് നമ്മൾ അഫ്വ് ചെയ്ത വിട്ടുവീഴ്ച ചെയ്യണം. അവരുടെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങളൊക്കെ വന്നേക്കാം, വാക്ക് പഴച്ചു പോകാം, അവർക്കൊക്കെ അഫ്വ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അഫ്വ് ചെയ്യുന്നവരാണ്. പടച്ചവനെ നീ അഫ്വ് ചെയ്യണമെന്ന് വിശുദ്ധ റമദാനിൽ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു ജനങ്ങൾക്കൊക്കെ അഫ്വ് ചെയ്ത് കൊടുക്കാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. അവർക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണം. ഓൻ പഴച്ചോട്ടെ, അവൻ എന്റെ ആളല്ലല്ലോ, എന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ലല്ലോ, എന്റെ സ്വന്തക്കാരനല്ലല്ലോ. അങ്ങനെയല്ല, ബാക്കിയുള്ളവർക്കൊക്കെ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുക, ഓർക്കൊക്കെ പുറത്തു കൊടുക്കുക. ചാൻസ് കിട്ടിയാൽ പുറത്തു കൊടുക്കാനല്ല, നമ്മളങ്ങനെയാണ്. മറ്റുള്ളവർക്ക് ചാൻസ് കിട്ടിയാൽ ചെയ്യും, അവരെ രണ്ടും കൊടുക്കാനോ സൂക്ഷിക്കാനോ നോക്കുക. പുറത്തു കൊടുക്കല്ല, പുറത്തു കൊടുക്കുക, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. സ്വന്തം കുടുംബ ജീവിതത്തിലാണെങ്കിലും പൊതുജീവിതത്തിലാണെങ്കിലും ഏത് കാര്യം
കാര്യങ്ങൾ കൂടി ആലോചിച്ച് ചെയ്യുക. മുശാവറ ഏറ്റവും പ്രധാനം. പറയുന്നില്ലേ, മുഅ്മിനീങ്ങളായ ആളുകൾ കൂടി ആലോചിച്ച് ഏത് കാര്യം ചെയ്യേണ്ടത്. നോക്കൂ, നിങ്ങൾ ബദർ യുദ്ധം നടക്കുന്നു. ബദരീങ്ങളുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നാളെ ബദർ യുദ്ധം നടക്കാൻ പോവാണ്. മദീനയിലുള്ള ചെറിയവരും വലിയവരും പാവങ്ങളും ധനികരും അൻസാറുകളും മുഹാജിറും എല്ലാ സഹാബാക്കളും റെഡി നിൽക്കുകയാണ്. നേരത്തെ യുദ്ധം നടത്തി പരിചയമുണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടോ? എക്സ്പീരിയൻസ് ഇല്ല അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും വലിയ ക്യാപ്റ്റൻ. പോരാളികളാരാണ്? സഹാബാക്കളാണ്. ഓർഡർ ഇട്ടാൽ നാളെ യുദ്ധം നടക്കും. പക്ഷേ എന്നിട്ട് പോലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിച്ച ആശയം എന്താ പറയുക? തലേനാൾ യുദ്ധത്തിനുള്ള ഒരുക്കം നടത്തുമ്പോൾ ചെറിയവരും വലിയവരും അൻസാറുകളും മുഹാജിറും പാവപ്പെട്ടവരും ധനികരും ആ സംഘത്തിലുള്ള ആരൊക്കെ ഉണ്ടോ എല്ലാവരോടും യുദ്ധതന്ത്രങ്ങളെ കുറിച്ച് മുശാവറ കൂടിയാലോചന. ഒരു കൂടിയാലോചന കാര്യം നമ്മളിപ്പോ കല്യാണം നിശ്ചയിച്ച് നമ്മൾ നടത്തിയാൽ മതി. അല്ല, ഭാര്യയോടും മക്കളോടും ഉറ്റവരോടൊക്കെ കൂടി ആലോചിച്ച് ചെയ്യുമ്പോൾ അത് കുറ്റമറ്റതാകും. എല്ലാവരുടെയും നല്ല മനപ്പൊരുത്തവും പിന്തുണയും ഉണ്ടാവും. അതുകൊണ്ടല്ലേ നോക്കൂ, നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ നല്ല യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ദുആ ചെയ്തപോലെ അല്ലാഹു നമുക്ക് ധാരാളമായ അവസരം നൽകുമാറാകട്ടെ. ഹജ്ജിന് പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മുശാവറയാണ് അല്ലേ? കൂടി ആലോചിക്കാൻ യോഗ്യരായ എല്ലാവരോടും കൂടി ഞാൻ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആലോചിക്കണം എന്നുപോലെ മുഅ്മിനീങ്ങൾ എല്ലാ വിഷയം ആലോചിച്ച് തീരുമാനിച്ചാൽ ആശയക്കുഴപ്പമുണ്ടാവില്ല, വെറുപ്പുണ്ടാവില്ല, അതിന് ഭയങ്കര വർക്കത്തുണ്ടാവും. എന്നിട്ട് അല്ലാഹു പറയാ, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഒരു കാര്യം തീരുമാനിച്ചുറച്ചാൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. നമുക്കിന്ന് നഷ്ടപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ഇസ്ലാമിക സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തവക്കുൽ. എന്നില്ലേ എല്ലാവർക്കും അവനവനെ കുറിച്ച് ചിന്ത. ഞാന്, എന്റെ വറപ്പ്, എന്റെ വണ്ടി, എന്റെ വാല, എന്റെ സ്വത്ത്, ഞാൻ ഒന്നുമല്ല, ഞാനൊന്നുമല്ല, അല്ലാഹുവാണ്. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. അല്ലാഹുവിന്റെ ദീൻ എന്ന ബോധമുണ്ടെങ്കിൽ അവർ സഹായിക്കും. അല്ലാഹുവിന്റെ അടിമയാണ് ഞാനെന്ന ബോധമുണ്ടെങ്കിൽ അല്ലാഹുവിന് നമ്മൾ സമർപ്പിക്കുകയും നമ്മുടെ സ്നേഹവും കോപവും വിദ്വേഷവും എല്ലാ വികാരങ്ങളുടെയും മാനദണ്ഡം എന്തായിരിക്കണം? അല്ലാഹുവിന്റെ പ്രീതിയും പൊരുത്തമാകണം. മക്കൾക്ക് ഡ്രസ് എടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രീതിയും പൊരുത്തവും മാനദണ്ഡമാകണം. മക്കളുടെ ഹെയർ സ്റ്റൈൽ തീരുമാനിക്കുമ്പോ ക്യാഷ് കൊടുത്ത് ഏതോ ഒരുത്തിന്റെ ബാർബർ ഷോപ്പിലേക്ക് പറഞ്ഞാൽ പോരാ. അങ്ങനെയാണ് നമ്മള് ഡ്രസ് എടുക്കുമ്പോൾ മാനദണ്ഡം നോക്കാം, ട്രെൻഡ് നോക്കാം. ഇന്നത്തെ ട്രെൻഡ് നോക്കുക. റസൂലുള്ളാഹിന്റെ പൊരുത്തുണ്ടോ, അള്ളാഹിന്റെ പൊരുത്തുള്ള ഡ്രസ്സാണോ എന്ന് നോക്കാറില്ല. 100 രൂപ 120 എത്ര കൊടുക്കേണ്ടി കൊടുക്കും, പറഞ്ഞേക്കും. പോകുമ്പോ നല്ല സുന്ദരനാ, തിരിച്ചിങ്ങോട്ട് വരുമ്പോ വല്ലാത്തൊരു പോരാടുക. 10ാം ക്ലാസ് കുട്ടികളൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ പറയാൻ പറ്റാതെ, കൊറോണയ്ക്ക് ശേഷം അങ്ങനത്തെ നല്ല കാര്യമൊന്നും പറയാനും പറ്റില്ല. കുട്ടികളോട് തീരെ പറയാൻ പറ്റാതെ ഞാൻ പറയാറുണ്ട്, ആരും എന്ത് ചെയ്യരുത്, ടോയ്ലറ്റിൽ കഴിയുന്ന ബ്രഷ് പോലെ കണ്ട് വരരുത്. തിരിച്ചു പിടിച്ചാലേ ക്ലോസറ്റ് കഴിയാൻ പറ്റും. അങ്ങനെയുണ്ടോ? ക്യാഷ് കൊടുത്തിട്ടല്ലേ മുട്ടിപ്പിക്കണം. നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ്. മാനദണ്ഡം എന്താണ്? ഹെയർ സ്റ്റൈൽ തീരുമാനിക്കുന്നിടത്ത് മാനദണ്ഡം അല്ലാഹുവിന്റെ പ്രീതിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തമാണ്. അപ്പം പിന്നെ ക്ലോസറ്റ് ഗതികളൊന്നും ഉണ്ടാവില്ല. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അല്ലാഹുവിൽ പരമേൽപ്പിക്കാം. ഒരു പരാജയം വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവില്ല, കുടുംബ ജീവിതത്തിൽ ഉണ്ടാവില്ല, പൊതുജീവിതത്തിൽ ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് ഈ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നയ നിലപാടുകളെ, രീതിശാസ്ത്രത്തെ അന്വർത്ഥമാക്കി അത് പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവമായി കാത്തു സൂക്ഷിച്ച വ്യക്തിത്വമായിരുന്നു മഹാനായ വെള്ളിൽ ഉസ്താദ്. വലിയ പ്രശ്നമുള്ള കാലം, വാസ്താനിക രംഗത്ത് വലിയ കാറ്റും കോളും നിറഞ്ഞ കാലത്താണ് ജീവിച്ചത്. പക്ഷെ ഏറ്റവും നല്ല സമീപനം സ്വീകരിച്ചു. അന്ന് SSFന്റെ നേതൃത്വമാണ്. രണ്ട് ഭാഗമുണ്ട്, രണ്ട് പക്ഷമായി തിരിഞ്ഞപ്പോ SSF ന്യൂട്രലങ്ങോട്ട് നിന്നു. നെല്ലും പുല്ലും വേർതിരിഞ്ഞതിന് ശേഷം ആരാണോ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത്, ആരാണോ അല്ലാഹുവിന്റെ ദീന് മാത്രം മാനദണ്ഡമാക്കി നിൽക്കുന്നത്, ആ പക്ഷത്ത് നിൽക്കരുത്. പക്ഷപാതിത്വം ആദ്യം കാണിച്ചില്ല. വെള്ളിൽ ഉസ്താദിന്റെ അക്കാലത്തുള്ള അങ്ങനെയുള്ള മഹാന്മാരുടെ ആ ദീർഘവീക്ഷണമാണ് സത്യത്തിൽ ഇന്ന് കാണുന്ന പ്രസ്ഥാനത്തിന്റെ ഒരു വല്ലാത്ത ഒരു തുളുമ്പലുണ്ട്. ഇന്ന് കാണുന്ന അന്തസ് അള്ളാഹു നിലനിർത്തുമാറാണ്. ഈ അന്തസ് നിലനിൽക്കാനും കേരളത്തിലുള്ള മുഴുവൻ SSFക്കാരും വളരെ
വളരുന്ന തലമുറയും മുത്താലിമീങ്ങളും ബോധമുള്ളവരും എല്ലാം രാഷ്ട്രീയമായ ഭൗതികമായ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് അതീതമായി പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാനും കാരണക്കാരായ ഏറ്റവും നല്ല നിലപാട് സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു മഹാനായ വെള്ളിയൂർ ഉസ്താദ്. നോക്കൂ, നിങ്ങളെ നാട്ടിൽ ബുള്ളറ്റ് സ്ഥാപിച്ചപ്പോ അതാരാ പട്ടുമുണ്ടായി അങ്ങനെ ഉണ്ടാവില്ല സാധനം പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആകെ ഫസ്റ്റായ സമയത്ത് വെള്ളിയൂർ ഉസ്താദിന്റെ സമീപനം എന്താണ്? ഫസ്റ്റ് അവിടെ എത്തിയപ്പോ പറഞ്ഞു അതിന് വക്കാളുണ്ടാക്കാൻ പോണ്ട, അതിന് കേസ് കൊടുക്കാൻ പോണ്ട, അതിന് കച്ചറുണ്ടാക്കാൻ പോണ്ട, നമ്മളങ്ങോട്ട് ക്ഷമിച്ചാൽ മതി. ഹുദൈബിയ സന്ധിയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടില്ലേ, അതേപോലെ എത്ര നിലപാടാണ്. പാങ്ങിൽ ദർശനത്തുമ്പോ പ്രശ്നം ഉണ്ടായിരുന്നു. പാങ്ങിൽ ദർശനത്തുമ്പോ രണ്ട് വിഭാഗം ഉണ്ടല്ലോ നാട്ടിൽ, പ്രശ്നം കർശായ സമയം. അപ്പൊ SSF-കാർ എന്നും ക്ലാസം കണ്ട് നടന്നാല് അത് സഹിക്കാൻ പറ്റാത്ത ചില ആൾക്കാർ നാട്ടിലുണ്ട്. വികൃതകാരുണ്ടല്ല, സഹിക്കാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ മഹലൂക്കിന്റെ കൂട്ടത്തിൽ. അപ്പൊ ഒരിക്കൽ വരുന്നത് പരാതി പറയണം, ഉസ്താദെ മാസം കണ്ടാൽ SSF-കാരോട് തെക്കുബീറെല്ലാം പാടില്ല, തെക്കുബീർ ജാതി നടത്തരുതെന്ന് പറയണോ? തെക്കുബീർ ജാതി നടത്തരുതെന്ന് പറയാൻ പറ്റും അല്ലെ? നടത്തരുതെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടു കൂട്ടരും വിളിപ്പിച്ചിട്ട് ചർച്ച ചെയ്തപ്പോ എന്താ പരാതി? ഇവര് തെക്കുബീർ ജാതി നടത്താറുണ്ട്. അപ്പൊ SSF-കാര് ചോദിച്ചു, തെക്കുബീർ ജാതി നടത്തേണ്ടത് പറയാൻ പറ്റും ഉസ്താദെന്ന് ചോദിച്ചു. അത് പറ്റില്ല, കുടുങ്ങിയില്ല. പക്ഷെ വെള്ളിയൂർ ഉസ്താദ് പറഞ്ഞു നല്ല സമീപനം. തെക്കുബീർ ജാതി നടത്തുന്നത്, തെക്കുബീർ ചൊല്ലുന്നത് നല്ല കാര്യമാണ്. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നാട്ടിൽ നല്ലോണം ഉണ്ടാവും. ചിലപ്പോ അത് ഇഷ്ടപ്പെടാത്ത വെറുപ്പുള്ള ആൾക്കാരും നാട്ടിലുണ്ടാവൂലേ, അതുകൊണ്ട് അവർക്ക് വെറുപ്പുണ്ടാവുന്ന രീതിയിൽ നടത്താൻ പാടില്ലാതെ പറഞ്ഞേ നടത്തുള്ളൂ. അപ്പൊ പരാതി അതിന്റെ ഉസ്താദിന്റെ ഒന്നും പറഞ്ഞത് നടത്തണ്ടാണോ? മാന്യമായി നടത്താൻ നിലപാടാണ്. പക്ഷപാതിത്വം കാണിക്കല്ല, ഏറ്റവും നല്ല നിലപാട്. നമുക്കൊക്കെ ഉണ്ടാകേണ്ട സംഗതിയാണ് ഏത് കാര്യങ്ങളും. അതേപോലെ ഒരു വിഷയത്തിനെതിരെ ഒരു ജാട കാണിച്ചില്ല. ആ വേഷവിധാനം, ആ അങ്ങനെ വളരെ തന്മയത്വത്തോട് ഒരു പണ്ഡിതനാണെന്ന ഗർവ്വ്, ഒരു നേതാവാണെന്ന ജാട ഒന്നും വെള്ളിയൂർ ഉസ്താദിന്റെ ജീവിതത്തിൽ നമ്മൾ എവിടെയും കണ്ടില്ല. ശത്രുക്കളെ പോലും മിത്രമാക്കുന്ന സ്വഭാവമായിരുന്നു. വഫാത്തായ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാരനായ ഹോമിയോ വകുപ്പിലെ ജില്ലാ മെഡിക്കൽ ഓഫീസറായ ഒരു വ്യക്തിത്വം അക്ബർ എന്നത്തെ അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറയണത്രേ, എനിക്ക് അദ്ദേഹത്തോട് വലിയ വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ ഇപ്പം മരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ആളാകുമായിരുന്നു. അത്ര എന്നെ സ്വാധീനിച്ച വ്യക്തിത്വമാണ്. ഇനിയും കുറച്ചു കാലം കൂടി വെള്ളിയ മുഹമ്മദ് ഫൈസി ജീവിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ ആളായി പോകുമായിരുന്നു. അത്രയും നല്ല ബന്ധം. ഉസ്താദ്മാരും മന്ദിരായ മാനൂശ്രീയാർ അവരൊക്കെ വലിയ പണ്ഡിതൻ. ഉസ്താദല്ലേ? ദർശനത്തിന്റെ കാലത്ത് മുത്തലിമീങ്ങളായ ആളുകൾ ഉസ്താദ്മാരെ കൂടെ പോകുന്ന സമയത്ത് അനുഭവം എന്താ അറിയോ? ദർശനത്തെ നിസ്കരിക്കാൻ കയറുമ്പോ നമ്മളൊക്കെ നിസ്കരിക്കാൻ കയറും അല്ലെ? എന്നാ വെള്ളിയൂർ ഉസ്താദിന്റെ ചെയ്യണല്ലോ, പള്ളിയിൽ കയറിയ സമയത്ത് അവിടെ ആരെങ്കിലും കണ്ടു കിട്ടിയാല് ഓരായിട്ട് പരിചയപ്പെടെ സംസാരിക്കും. ആരാ പറയുന്നത് അറിയോ? ഇടയ്ക്ക് നിസ്കരിക്കാൻ വരുമ്പോ ആ ബാഗായിട്ട് വരുന്ന കണ്ടക്ടർമാരില്ലേ, അല്ലെ യൂണിഫോം ഇട്ട ഡ്രൈവർമാരില്ലേ, ഓരൊക്കെ വരുമ്പോ ഓരൊക്കെ പരിചയപ്പെടും. നമ്മൾ ആരും കാണിക്കാത്ത സംഗതിയാ. ഇന്ന് പിന്നെ ബന്ധപ്പെടേണ്ട സംഗതിയേ അല്ല. 2 മണിക്കൂർ ബസ്സിന്റെ സീറ്റിൽ തൊട്ട് ഒരുങ്ങി ഇരുന്നാലും അന്ത് അച്ചടക്കാറി ആൾക്കാർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു സംഗതിയില്ല. ചായപ്പൂടിയ സംസാരമില്ല, ബസ് കയറിയ സംസാരമില്ല, ട്രെയിനിൽ കയറിയ സംസാരമില്ല. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എവിടെ ഇട്ടാരങ്ങള് തല കുറിച്ചിട്ട് നെക്കിയും തോട്ടിയും ആദ്യവും ഇങ്ങനെ ഇരിക്കുക. തൊട്ടൊരുങ്ങി ഇരുന്ന ആൾ ആരാണെന്ന് പോലും അറിയില്ല. പൂർവികരായ ആൾക്കാർ അങ്ങനല്ല. നോക്കൂ, നിങ്ങൾ വാപ്പാരായ പ്രായമുള്ള ആൾക്കാരില്ലേ, നമ്മളൊക്കെ എന്താ സ്വഭാവം? വീട്ടിലിരിക്കും ഇടവഴിയിൽ ഒരാൾ പോവാണെങ്കിൽ ആരാണോ പോകുന്നത് അല്ലെ? ആരാണ് അടുത്ത് കണ്ടിട്ട് നിങ്ങളെ എവിടെയാണ്, നിങ്ങളെ പേരെന്താ ഫയൽ ചെയ്യപ്പെടും. ബന്ധങ്ങൾ സ്ഥാപിക്കലാണ് അവര് സ്വീകരിച്ചെന്താ? പള്ളിയിൽ ആവശ്യമായിട്ട് നിസ്കരിക്കാൻ പറഞ്ഞാൽ അവിടെയും കിട്ടുമ്പോൾ 5 മിനിറ്റ് കിട്ടിയ 2 മിനിറ്റ് കിട്ടിയാൽ അവരുടെ കൽപകങ്ങളിൽ ഒരു ചെറിയ സ്ഥാനം ഉണ്ടാക്കും, ഒരു ഇടമുണ്ടാക്കും. ഏറ്റവും നല്ലത് ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ ഏറ്റവും നല്ല അതുപോലെ സൂക്ഷ്മമായ ജീവിതം നമുക്കൊന്നും ഇല്ലാത്ത മഹാന്മാരുടെ സൂക്ഷ്മ ജീവിതത്തെ കുറിച്ച് മഹാനായ വിശുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവരെ ചരിത്രം വായിച്ചപ്പോൾ നമ്മളിങ്ങനെ ഞെട്ടിപ്പോകും. ഇക്കാലത്ത് ഇന്നത്തെ ആലോചന കണ്ടില്ലല്ലോ. അന്നത്തെ CFL അല്ലെങ്കിൽ LED ബൾബൊന്നുമില്ല, നിറവെളിച്ചില്ലാത്ത കാലത്ത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ അരണ്ട ചിമ്മിനികളൊക്കെ വിശുൽ ഹാഫി റഹ്മത്തുള്ളാഹിയുടെ കാലത്ത് എന്ത് വെളിച്ചാണ്ടാകാം? അത്രയും മിന്നാമിന്നിയുടെ അരണ്ട വെളിച്ചുള്ള കാലത്ത് മഹാൻ രാത്രി ഒരു ഇരുട്ടൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോ പരിസരത്തുള്ള ഏതെങ്കിലും വീടുകളിൽ നിന്ന് വഴിയോരങ്ങളിലേക്ക് വെളിച്ചം പതിക്കുന്നുണ്ടെങ്കിൽ അത് ആരാന്റെ വെളിച്ചമാണ്, എനിക്ക് അർഹതപ്പെട്ടതല്ലെന്ന് കരുതി വഴിമാറി
ഉസ്താദ് ഇരുട്ടിലൂടെ സഞ്ചരിക്കാറുണ്ടായിരുന്നു. ആ മഹാന്മാരുടെ പൊരുത്തം നമുക്ക് വരുമാറാകട്ടെ. അവരത്രൊന്നും സൂക്ഷ്മത പാലിക്കാൻ സാധിച്ചില്ലെങ്കിലും അർഹതമായത് മാത്രം പറ്റിയും അനർഹമായത് ഉപേക്ഷിച്ച് ജീവിക്കാനുള്ള തന്റെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വെള്ളിൽ ഉസ്താദ് ഈ സ്ഥാപനം പടുത്തുയർത്തിയ സമയത്ത് ആദ്യഘട്ടങ്ങളിൽ ഇവിടെയുള്ള അഭിവൃദ്ധി ഹല്ലുവത് കൈകാര്യകർത്താക്കൾ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഒരു വണ്ടി വാങ്ങല്ലേ, മജുമാനൊരു വണ്ടി വാങ്ങാം. അന്നത്തെ വണ്ടി ഇന്നത്തെ കാലം കേട്ടോ, മാക്സിമം വന്ന ജീപ്പാണ്ടാകാം. വാങ്ങണമെന്ന് പറഞ്ഞു ഉസ്താദിന്റെ നിലപാടെന്ന് പറയോ? ഉസ്താദ് പറഞ്ഞു, സ്ഥാപനത്തിന് വേണ്ടി ജീപ്പ് വാങ്ങിയിട്ട് വണ്ടി വാങ്ങിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വസ്തുതല്ല, മറിച്ച് ഞാനൊരു ജീപ്പ് വാങ്ങാം, അത് നമുക്ക് സ്ഥാപനത്തിനു കൂടി വേണ്ടി ഉപയോഗിക്കാം. കാരണം സ്ഥാപനത്തിന്റെ വണ്ടി വാങ്ങി ഉപയോഗിച്ചാൽ ഒരു പക്ഷേ അവിഹിതമായി ഞാനത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വരാനോ സൂക്ഷ്മതയുടെ ഭാഗമാണ്. അള്ളാഹു സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അങ്ങനെ ഏറ്റവും നല്ല സൂക്ഷ്മ ജീവിതം നയിച്ചു എന്ന് മാത്രമല്ല, വേറിട്ട ദേവത്തായിരുന്നവരുടേത് ഈ മഹത്തായ സ്ഥാപനം കെട്ടിപ്പടുത്തിയ എന്താ ആശയത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിലേക്ക് ആവേശപൂർവ്വം കടന്നു വന്ന, പല കാരണങ്ങളാൽ കടന്നു വന്ന ആളുകൾക്ക് സുരക്ഷിതമായി മുസ്ലിമായി ജീവിക്കാനുള്ള സൗകര്യം അവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത്, നല്ല തർബീയത്ത് നൽകി, വിവാഹപ്രായമാകുമ്പോൾ കഴിച്ചു കൊടുത്ത്, കുടുംബജീവൻ നൽകി, വീടുണ്ടാക്കാൻ സഹായിച്ച്, അങ്ങനെ എത്രയോ ആളുകളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സ്ഥാപിതമായ പ്രസ്ഥാനം. അക്കാലത്ത് 10-25-30 വർഷം മുമ്പ് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി, സഹോദരിമാർക്ക് പഠിക്കാൻ വേണ്ടി ആ കാലത്ത് വെള്ളിയിൽ സ്വന്തം നാട്ടിൽ അദ്ദേഹം സ്ത്രീകളുടെ സ്ഥാപനം ഉണ്ടാക്കി. അങ്ങനെയുള്ള ധാരാളം അനുമോദനയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞുള്ള ഏറ്റവും നല്ല സേവകനായിരുന്നു ഉസ്താദ്. ആ പരിസരത്തുള്ള ഉസ്താദിന്റെ പരിസരത്തുള്ള വെള്ളിയില് ഒരുപാട് പ്രദേശങ്ങളിൽ SSFന്റെ യൂണിറ്റ് ഉണ്ടാക്കി. എന്നിട്ട് യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാ യോഗത്തിനും ഉസ്താദ് പോകും, ക്ലാസ് എടുക്കാൻ പോകും. ഉസ്താദിനെ സംഘടിപ്പിക്കുന്നത്, ഉസ്താദിന്റെ ക്ലാസ് എടുക്കുന്നത് അന്നൊക്കെ കൂട്ടുകാരെ ഇന്നത്തെ പോലെ ആയിരക്കണക്കിന് യൂണിറ്റും സാഹിത്യോത്സവമുള്ള കാലല്ല. SSFന് നട്ടു വളർത്തുന്ന കാലാണ്. ഓരോ പ്രദേശത്തും അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും, കൊലകൊമ്പന്മാരുണ്ടാവും. ആ നാട്ടിലൊക്കെ തിരിച്ച് ഇറങ്ങിയിട്ട് 4 കുട്ടികളെ കൂട്ടിയിട്ട് യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് നിരന്തരം ക്ലാസ് കൊടുക്കാണ്. ക്ലാസ് കൊടുത്തവർ ഒന്നാം തരം താഴ്ന്ന പ്രബോധകരും പ്രവർത്തകരുമാക്കി വളർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും നല്ല സേവനത്തിന്റെ ശൈലി എന്ന് മാത്രമല്ല, വെള്ളിയിലെ നോക്കൂലികള് വെള്ളിസ്ഥാനിന്റെ ആ പ്രാസ്ഥാനിക രംഗത്ത് വലിയ പ്രശ്നമുള്ള ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് പോലും വെള്ളിയിലെ 5 മഹല്ലുകളിൽ, മുശക്കലല്ലേ മഹല്ലുണ്ടാവുക, അവിടൊക്കെ ഭൂരിഭാഗം ആരാണ്? ഉസ്താദിന് അത്ര സ്വാധീനമില്ലാത്ത ആളുകളുണ്ടാകാം. പക്ഷേ ആ 5 മഹല്ലിലും ഉസ്താദ് സുസമ്മതനായിരുന്നു. അവിടുത്തെ ജനറൽ ബോഡി, അവിടുത്തെ മീറ്റിംഗ്, അവിടെ തർക്കമുണ്ടെങ്കിൽ, അവിടെ മരണമുണ്ടെങ്കിൽ, അവിടെ കല്യാണം ഉണ്ടെങ്കിൽ എല്ലായിടത്തും വിളിക്കപ്പെടുകയും വിളിക്കാതെയും കാര്യത്തെല്ലാം പെർമിഷനുള്ള ഒരു വ്യക്തിത്വം. നമ്മൾ ആലോചിച്ചിട്ട് നമ്മളൊക്കെ എവിടെയാണ്? നമ്മളൊക്കെ കിണറിലെ തവളയെപ്പോലെ ഒരുങ്ങിക്കൂടാണ്. അള്ളാഹു അവർക്ക് പൊരുത്തവും വർക്കത്തും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. എന്റെ ജീവിതത്തിൽ നല്ലൊരു അനുഭവം ഉണ്ടായത്, ഞാൻ SSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുന്ന കൗൺസിൽ നടക്കുന്നത് പന്താവൂർ ഇർഷാദിൽ വെച്ചിട്ടാണ്. അതിന് തൊട്ടു മുമ്പത്തെ കൗൺസിൽ നടന്നത് പാലക്കാട് മലമ്പുഴ ഡാമിലെ ഹോളിൽ വെച്ചുകൊണ്ടാണ്. അന്ന് വന്യനായ രണ്ടാമത് സ്റ്റേറ്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലാണ്. ആ കൗൺസിലിനെ ഞാൻ ജനറൽ സെക്രട്ടറി ആകാൻ വേണ്ടിയുള്ള നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതിൽ നിന്ന് കുതിരെ രക്ഷപ്പെടാൻ എനിക്ക് അവസരം കിട്ടി. പക്ഷേ ഇവിടെ പന്താവൂരിലെ കൗൺസിൽ വന്നപ്പോ ഞാനും തായർ സഖാഫിയാണുള്ളത്. ഞങ്ങളെ വീട്ടിൽ മറ്റു യാതൊരു വഴിയില്ല. എന്തായാലും ഞങ്ങൾ രണ്ടാളും എടുത്തെറിയപ്പെടും, നിർബന്ധിക്കപ്പെടുമെന്ന് ഉറപ്പായി. അങ്ങനെ കൗൺസിൽ നടക്കുമ്പോ ഹാളിന്റെ പുറത്ത് ഇരുട്ടുന്നതെന്ന് ഞങ്ങളിങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാം. സംസ്ഥാന സെക്രട്ടറി ആവില്ലേ, ഭയങ്കര സംഗതി തന്നെയല്ലേ, ഭയങ്കര സംഗതി തന്നെയാണ് അല്ലേ. നേതൃത്വം ഭയങ്കര അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നേതൃത്വം ഏറ്റെടുക്കാനല്ല, സൂക്ഷ്മത പാലിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അങ്ങനെ സങ്കടപ്പെട്ട് അവിടെ വെച്ച് കൗൺസിലിൽ വെച്ച് ഒരു 1% താല്പര്യമില്ലാത്ത സമയത്താണ് ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ തെരഞ്ഞെടുക്കപ്പെട്ട് മുഖം കാണിക്കപ്പോ റിട്ടേണിംഗ് ഓഫീസറാണ്. റിട്ടേണിംഗ് ഓഫീസർ വന്നു, അവിടുന്ന് പേരൊക്കെ വായിച്ച് പ്രഖ്യാപിച്ച എല്ലാവരും തെക്കുകളൊക്കെ ഞങ്ങളുടെ സംഘടന ഞങ്ങൾക്കെല്ലാം അറിയുന്നു. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിങ്ങനെ ഇരുട്ടത്തിങ്ങനെ നിൽക്കുമ്പോണ്ട് വെള്ളിസ്ഥാനം ഇങ്ങനെ വന്നിട്ട് പുറത്ത് തട്ടിയിട്ട്, അന്ന് മറ്റേ പരിഷത്തിന്റെ വേഗം ഞങ്ങളൊക്കെ ഉപയോഗിക്കണം, ആ തുണിന്റെ വേഗിന്റെ സഞ്ചി, ആ സഞ്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ പുറത്ത് തട്ടിയിട്ട് ഉസ്താദിന് വാക്ക് പറഞ്ഞു, തിരിഞ്ഞു വെക്കണ്ട, നാട് നന്നാമത് മുന്നോട്ട്, തിരിഞ്ഞു വെക്കാതെ മുന്നോട്ടാണ് നടന്നാൽ മതി. വല്ലാത്തൊരു വാക്കാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ വലിയ ഭാരം പേരേണ്ട സമയം
ഒരു പ്രശ്നം ഇന്നുവരെ അള്ളാഹുവിനോട് സംഘടനാ രംഗത്ത് ഇത്ര വലിയ സ്ഥാനം ഉണ്ടായിട്ട് ഒരു പ്രശ്നം കേട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒറ്റ വാക്കാണ് ഇന്നൊക്കെ നടന്നത്. അത് ഞങ്ങളുടെ മനസ്സറിഞ്ഞ് പറഞ്ഞതാണ്. ഞങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ ആശീർവാദമാണ്. വല്ലാത്ത വാക്കാണ്. ആ ഒരൊറ്റ വാക്കുകൊണ്ട് എക്സ്ട്രാ മൈലേജ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ ഞാനൊന്ന് SSFന്റെ സംസ്ഥാന സെക്രട്ടറിയോ SYSന്റെ സെക്രട്ടറിയോ ഒരിക്കലും യോഗ്യനല്ല. അതിനുള്ള ക്വാളിറ്റിയോ ക്വാളിഫിക്കേഷനോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ഇങ്ങനെയുള്ള മഹാന്മാരുടെ ഏറ്റവും വലിയ എന്ന് മാത്രമല്ല ഉലമാ ആക്ടിവിസ്റ്റ്, ഏറ്റവും നല്ല ആക്ടിവിസ്റ്റാണ്, ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ആളാണ്. നോക്കൂ, നിങ്ങൾ ഈ മജ്മുഅ എന്ന് പറയുന്ന സ്ഥാപനം കെട്ടിപ്പടുത്തു. പുറമണ്ണൂർ മജ്‌ലിസിലെ ഉസ്താദിന്റെ അനൽപമായ സ്വാധീനം ഉണ്ടായി. തൊട്ടടുത്തുള്ള അല്ലിസാനിലെ ഉസ്താദിന്റെ സ്വാധീനം ഉണ്ടായി. പുറത്തൊരു ഇർഷാദിയ മസ്ജിദ് സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിൽ ഉസ്താദിന്റെ സ്വാധീനമുണ്ട്. വാദി സലാം എന്ന് പറയുന്ന നമ്മുടെ ഈസ്റ്റിന്റെ ആസ്ഥാനം, നേരത്തെ നമ്മുടെ അവിഭക്ത ജില്ലയുടെ ഒന്നിച്ചുള്ള ജില്ലയുടെ ആസ്ഥാനല്ലേ, മുസ്ലിം ആസ്ഥാനം. ഇപ്പൊ നവീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. അക്കാലത്തെ 80കളിൽ ആ വാദി സലാം എന്ന് പറയുന്ന 4-5 നിലയുള്ള നമ്മുടെ പ്രവർത്തനം പോലെ എന്നാ പറയുന്നത്. ഭൂമിയിൽ മോഡലുകളേക്കാൾ അടിയിലേക്കുണ്ട്, ഇറങ്ങി ചെന്ന കുറെ അടിയിലുണ്ട്. ആ സ്ഥലത്ത് ആ വലിയ സ്ഥാപനം എത്ര പ്രയാസമാണെന്ന് SSFന്റെ ജില്ലാ കമ്മിറ്റി പങ്കാളിത്തം വഹിക്കണമെന്നിട്ട് അന്ന് ഞങ്ങൾക്ക് എല്ലാ തെരുവിലും കുത്തുവാണെടുത്ത് ഇറങ്ങിയിട്ട് 30,000 കൊണ്ടുപോകും. അന്നത്തെ 30,000 കൊടുക്കാൻ പറ്റി. എത്ര ത്യാഗം ചെയ്തു നോക്ക് നിങ്ങൾ. ഇവർക്കൊക്കെ അതൊക്കെ ചെയ്യും. ഈ റിസാല എന്ന് പറയുന്ന സംവിധാനം ഏറ്റവും വെളിസ്ഥാനല്ലോ. 82 ചിന്ത മുതല് പിന്നെ എല്ലാം വെളിസ്ഥാന ലേഖനകരം വന്നാൽ മുഹമ്മദ് വെള്ളില, ഫൈസി, MV എന്നൊക്കെ പറഞ്ഞ് ഒരാഴ്ച ലേഖനം കിട്ടാൻ പത്രം പോകില്ല. നല്ല ഭാഷ, നല്ല ശൈലി, ആശയ സമ്പുഷ്ടമായി. എന്തേ എഴുതാൻ കാരണം? പരന്ന സ്വന്ത ലൈബ്രറിയാ. നന്നായി വായിക്കും, നന്നായിട്ട് മുട്ടാലത്ത് നടത്തും. അപ്പൊ നല്ല വൊക്കാബുലറി ഉണ്ടാവും, വാചാരം ഉണ്ടാവും, നന്നായി പ്രസംഗിക്കാൻ പറ്റും, എഴുതാൻ പറ്റും. എന്റെ കൂട്ടുകാരോട് പറയാണ്, നമ്മളൊക്കെ പണ്ഡിതരാകണം, പ്രഭാഷകരാകണം, എഴുത്തുകാരാകണം, സാഹിത്യകാരന്മാരാകണം, നല്ല സംഘാടകരാകണം, നല്ല ദാഴികളാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ ദാഴിയിൽ അങ്ങനെ ദാഴികളും പ്രബോധകരും പ്രവർത്തകരും ആകുമ്പോൾ നമ്മെ ഓർക്കാനും അയവരക്കാനും അനുസ്മരിക്കാനും ധാരാളം ആളുകൾ അല്ലാഹു ലോകത്തെ വിന്യസിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിച്ചു മരിച്ചു പോയത് കൊണ്ട് കാര്യമില്ല, ജീവിതം അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം പറഞ്ഞ് ഒരു കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ പരിമിതമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഭൗതിക രംഗത്ത് യാത്രാ സഞ്ചാര സൗകര്യത്തിൽ ഒന്നുമില്ലാത്ത കാലത്ത് ജില്ലയിലുടനീളം ഓടി നടന്ന്, സംസ്ഥാനത്തുടനീളം ഓടി നടന്ന് എന്നെ പോലുള്ള 10,000-കണക്കിന് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്ന് തർബിയത്ത് നടത്തിയ മഹാമനീഷിയാണ്. ഞാൻ പറയുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു, ഒരേ സമയം പണ്ഡിതരും പ്രഭാഷകരും എഴുത്തുകാരനും സാഹിത്യകാരനും സംഘാടകനും സാരഥിയും നേതാവും പ്രബോധകരും ദാഴിയും എല്ലാമായി 45 വർഷത്തെ ജീവിതം കൊണ്ട് 500 വർഷത്തെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി അടയാളപ്പെടുത്തി വിട പറഞ്ഞു പോയ നമുക്ക് ഒരുപാട് കാലം ഓർക്കാനും അനുസ്മരിക്കാനും അനുധാവനം ചെയ്യാനുള്ള മഹിതമായ മാതൃക തന്നു പോയ മഹാനായ വെള്ളിൽ ഉസ്താദ് എന്തിനോർക്കുന്നു പറയുമ്പോ ഈ പുതിയ തലമുറകൾക്ക് ഈ ചരിത്രം ഇനിയും പഠിപ്പിച്ച് പകർന്നു കൊടുക്കണം. അങ്ങനെ വെള്ളിൽ ഉസ്താദിനെ പറഞ്ഞിട്ട് അനുസ്മരിച്ചിട്ട് അവിടുത്തെ മതിൽ ചൊല്ലിയിട്ട് അവിടുത്തെ ജീവദാത്വമായ ചരിത്രങ്ങൾ കേട്ടിട്ട് നമ്മുടെ ഉള്ളിലുള്ള പ്രബോധകരും പ്രവർത്തകരും സജീവമായി ഉണരണം. അങ്ങനെ നമുക്കും സേവനം ചെയ്യണം. നമുക്കും കണ്ണടക്കുന്നത് വരെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ അനുസ്മരിച്ചവരും വല്ലാത്തവരുമായ ഇവിടെ പറഞ്ഞു പോയ സാദാത്തുക്കളായ നിങ്ങൾ നേതാക്കൾ വെള്ളി ഉസ്താദർക്കും എല്ലാവരുടെയും ദറജകൾ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. നമ്മുടെ പറഞ്ഞു പോയ മാതാപിതാക്കളും സ്നേഹജനങ്ങളും ബന്ധുക്കളും സഹകാരികളുമുണ്ട്. നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരുമുണ്ട്. അനേകായിരം സഹപ്രവർത്തകർ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നാളെ ജന്നാത്തിന്റെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വലിയ പ്രബോധകരും പ്രവർത്തകരും സംഘാടകരും നേതാവുമാണെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിൽ ഉറ്റവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഒത്തുകൂടാൻ ഈ സദസ്സ് അല്ലാഹു നമുക്ക് കാരണമാക്കുമാറാകട്ടെ. ഈ മഹാന്മാരുടെ പൊരുത്തവും മതവും കാവലും ആ സുന്ദര നിമിഷം വരെ, നാളെ ജന്നാത്തിന്റെ ഒത്തുകൂടുന്ന നിമിഷം വരെ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന നിമിഷം വരെ എനിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളും അവസരങ്ങളും വിനിയോഗിച്ചുകൊണ്ട് ഒരു പ്രവർത്തകനായി, ദാഴിയായി, സംഘാടകനായി, പ്രബോധകനായി ജീവിച്ച് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ദീനിന്റെ വെളിച്ചം കാണിക്കാൻ എനിക്കും നിങ്ങൾക്കും ആകണം. ആ തൗഫീഖിന് വേണ്ടി ആഗ്രഹിക്കണം.
പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അള്ളാഹു മരിക്കുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ താവഴിയിൽ മഹാനായ റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും നേതൃത്വം നൽകുന്ന മഹാപ്രസ്ഥാനത്തിൽ ആ മഹാന്മാരുടെ കരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു പ്രവർത്തകനായി, ദാഴിയായി, സംഘാടകനായി ജീവിച്ചു വരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുമാറാകട്ടെ. ഇബാദത്തിനും ദഅവത്തിനും തടസ്സമാകുന്ന ക്ഷീണം, വേദന, തളർച്ച, മാനസികവും ശാരീരികവുമായ രോഗം എല്ലാത്തിനും അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും സ്നേഹിതരെയും ഉറ്റവരെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാം നമ്മുടെ സ്വന്തം കുടുംബം, അതിലേറെ നാം സ്നേഹിക്കുന്ന ഈ പ്രസ്ഥാന ആത്മീയ കുടുംബം, ഈ കുടുംബത്തിൽ അല്ലാഹു ഐശ്വര്യവും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് വെള്ളില ഉസ്താദാണ് എന്നെയും നിങ്ങളെയും ഇടക്കി ചേർത്ത് നമുക്കിടയിലെ കണ്ണി ഇവിടെ വരാനും പറയാനും കേൾക്കാനും അവസരം ഉണ്ടായത്. ഈ ആത്മബന്ധം നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസന്നിധിയിൽ മഹാനായ വെള്ളി ഉസ്താദോടൊപ്പം മറ്റവരെല്ലാം ചേർത്ത് പിടിച്ച് സംഗമിക്കുന്ന നിമിഷം വരെ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പരിപാടിയിൽ സമാപന ഉപദേശവും നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ബഹുമാനപ്പെട്ട സി.